ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കോഴിക്കോട് താമരശ്ശേരിയിലെ മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിലെ ഗൂഢാലോചന തെളിവുകൾ പോലീസിന് ലഭിച്ചു. ആക്രമിക്കാൻ പദ്ധതിയിട്ടത് 62 പേർ ഉൾപ്പെട്ട ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിലാണ്. പിടിച്ചെടുത്ത ലാപ്ടോപ്പും മൊബൈൽ ഫോണുകളും ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും. കേസിൽ താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒരു വിദ്യാർത്ഥി കൂടി പിടിയിലായി. അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്നും എന്നാൽ സർക്കാർ പ്രതിനിധികൾ എത്താത്തതിൽ നിരാശയുണ്ടെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു. കൊലപാതകത്തിൽ കൂടുതൽ വിദ്യാർത്ഥികൾക്ക് പങ്കുണ്ടെന്ന് പോലീസിന് സംശയമുണ്ടായിരുന്നു. ഇതിൽ തുടരുന്ന അന്വേഷണമാണ് 6ാം പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിലെത്തിച്ചത്. താമരശ്ശേരി ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയെ ഉടൻ ജുവനൈൽ ഹോമിലേക്ക് മാറ്റും. പോലീസ് അന്വേഷണത്തിൽ പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയ ഷഹബാസിന്റെ കുടുംബം സർക്കാരിൽ നിന്നും ആരും ഇതുവരെയും ബന്ധപ്പെട്ടില്ലെന്ന് പറഞ്ഞു. ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് വന്ന് നിങ്ങൾക്ക് വേണ്ട ഒരു എന്താണോ ഉചിതമായ ഒരു തീരുമാനം, അത് ഏതാണോ കുറ്റവാളി അവരെ നമുക്ക് മാതൃകാപരമായി ശിക്ഷിച്ച് അതിന് നീതി എന്താണോ അത് ഇതുവരെ എനിക്ക് കിട്ടിയിട്ടില്ല, വന്നിട്ടില്ല. ടീം ഹെർമിലൈൻസ് എന്ന ഇൻസ്റ്റഗ്രാം ഗ്രൂപ്പിൽ നടന്ന അക്രമ ആഹ്വാന ചർച്ചകളിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്ത മൊബൈൽ ഫോണും ലാപ്ടോപ്പും ഫോറൻസിക് ലാബിലേക്ക് അയക്കും. ഇതിന്റെ പരിശോധനാ ഫലം കൂടി വരുന്നതോടെ കൂടുതൽ വിവരങ്ങൾ പോലീസിന് ലഭ്യമാകും. ഷഹബാസ് കൊലപാതകത്തിൽ നിലവിൽ പിടിയിലായ 6 വിദ്യാർത്ഥികൾക്ക് പുറമെ കൂടുതൽ വിദ്യാർത്ഥികൾ പിടിയിലാകുമെന്നാണ് സൂചന. SSLC പരീക്ഷ നടക്കുന്നതിനാൽ കൂടുതൽ വിദ്യാർത്ഥികളുടെ മൊഴി രേഖപ്പെടുത്തുന്നതിന് വെല്ലുവിളി സൃഷ്ടിക്കുന്നുണ്ട്. രാഹുൽ സുരേഷ്, 24 കോഴിക്കോട്. ഈ കേസിൽ ഒരു പ്രധാനപ്പെട്ട വിവരം ഇപ്പോൾ വരുന്നുണ്ട്. മുഹമ്മദ് ഷഹബാസിന്റെ കൊലപാതകത്തിൽ പ്രതികളെ പിടികൂടുന്നതിൽ നിർണായകമായത് മാളിലെ CCTV ദൃശ്യങ്ങളാണ്. മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം പ്രതികളെത്തിയത് ഒരു മാളിന്റെ പാർക്കിംഗ് ഏരിയയിലാണ്. പോലീസിന്റെ അഭ്യർത്ഥന അനുസരിച്ച് ഞങ്ങൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങൾ രാഹുൽ സുരേഷ് നൽകും കോഴിക്കോട്ട് നിന്ന്. രാഹുൽ, അതിൽ ഇപ്പോൾ പിടിയിലായതും ഇനി ഒരുപക്ഷെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് സംശയിക്കുന്നതുമായ പ്രതികൾ, അവർ വിദ്യാർത്ഥികളാണ്. പ്രതികൾ എന്ന് പറയുന്നത് സാങ്കേതികമായ പ്രശ്നങ്ങൾ എന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ എങ്കിലും ഇനിയും പിടിയിലാകാനുള്ളവരുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ ഉണ്ടല്ലോ. നമ്മൾ നൽകുന്നില്ലെങ്കിലും രാഹുൽ അത് കണ്ടതാണല്ലോ. അതെ വിജയകുമാർ, അതായത് ആ സ്വകാര്യ മാളിലെ CCTV ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ആ ദൃശ്യങ്ങൾ അനുസരിച്ചാണ് നമ്മൾ ഈ വാർത്ത നൽകുന്നത്. അതായത് വ്യാഴാഴ്ച വൈകിട്ട് 6:40 ഷഹബാസിനെ മർദ്ദിച്ച് അവശനാക്കുന്നത്. അതിനുശേഷം 6:50 ഈ മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിൽ ഈ വിദ്യാർത്ഥികൾ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിലുള്ളത്. 10ഓളം വിദ്യാർത്ഥികളാണ് ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ കറുപ്പ് ഷർട്ട് ധരിച്ച വിദ്യാർത്ഥികളാണ്. അവർ ആ പാർക്കിംഗ് ഏരിയയിൽ എത്തുന്നതാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. അപ്പോഴും അത്ഭുതമായി തോന്നുന്നത് വിജയകുമാർ, ആ വിദ്യാർത്ഥികളുടെ പക അപ്പോഴും തീരുന്നില്ല. എങ്ങനെയൊക്കെയാണ് ഷഹബാസിനെ മർദ്ദിച്ചതെന്ന് അവർ ആംഗ്യങ്ങളിലൂടെ പരസ്പരം പറയുന്നത് നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുകയാണ്. അപ്പോഴും ആ കലി തീരാഞ്ഞിട്ടാണ് വീണ്ടും അവിടുന്ന് സംഘടിച്ച ശേഷം വീണ്ടും സംഘർഷമുണ്ടാക്കാനായി അവിടുന്ന് പോകാനായി തയ്യാറെടുക്കുന്നത്. അപ്പോഴാണ് ആ മാളിലെ ജീവനക്കാരുടെ ശ്രദ്ധയിൽ ഈ വിദ്യാർത്ഥികൾ അവിടെ നിൽക്കുന്നതായി കാണുന്നത്. അതിനുശേഷം ആ ജീവനക്കാരാണ് ആ വിദ്യാർത്ഥികളെ അവിടെ നിന്നും പിന്തിരിപ്പിച്ച് മറ്റിടങ്ങളിലേക്ക് പറഞ്ഞയക്കുന്നത്. ഈ ജീവനക്കാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ കാര്യം, അവിടെ ഈ വൃത്തിയാക്കാൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഉൾപ്പെടെ കയ്യിലെടുത്ത ശേഷമാണ് മറ്റിടങ്ങളിലേക്ക് അവർ സംഘർഷം ഉണ്ടാക്കാനായി പോകുന്നത്. അതാണ് അവിടെ ഉണ്ടായിരുന്ന ജീവനക്കാർ ഇടപെട്ട ശേഷം അവരെ പിന്തിരിപ്പിക്കുകയും പറഞ്ഞയക്കുകയും ചെയ്തിട്ടുള്ളത്. ആ CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഇതിനോടകം ശേഖരിച്ചിട്ടുള്ളത്. 6 പേരെ ഇതിനോടകം തന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ പ്രകാരം 10ഓളം വിദ്യാർത്ഥികൾ ആ ദൃശ്യങ്ങളിലുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ കൂടുതൽ വിദ്യാർത്ഥികളെ വരും ദിവസങ്ങളിൽ അറസ്റ്റ് ചെയ്യും, കസ്റ്റഡിയിലെടുക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഭീകരമായ ദൃശ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ അന്വേഷണത്തെ നമ്മൾ ആ ദൃശ്യങ്ങൾ പുറത്തുവിടുകയാണെങ്കിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് പോലീസിന്റെ അഭ്യർത്ഥന മാനിച്ചുകൊണ്ടാണ് ആ ദൃശ്യങ്ങൾ നമ്മൾ പുറത്തുവിടാത്തത് വിജയകുമാർ. യെസ്, മുഹമ്മദ് ഷഹബാസിനെ മർദ്ദിച്ച ശേഷം ഈ പ്രതികൾ എന്ന് പറയുന്ന ആ വിദ്യാർത്ഥികൾ അവരെത്തിയത് ഒരു മാളിൻ്റെ പാർക്കിംഗ് ഏരിയയിലാണ്. പോലീസിൻ്റെ അഭ്യർത്ഥന പ്രകാരം ആ ദൃശ്യങ്ങൾ 24 പുറത്തുവിടുന്നില്ല. പക്ഷേ ഈ പോലീസിൻ്റെ അന്വേഷണത്തെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട വിവരങ്ങൾ ആ ദൃശ്യങ്ങളിലുണ്ട്. പോലീസ് അത് ശേഖരിച്ചിട്ടുണ്ട്. ഇനിയും ഇതിൽ ഈ കേസിൽ ഉൾപ്പെടാൻ സാധ്യതയുള്ളവരുടെ വിവരങ്ങളൊക്കെ ആ ദൃശ്യങ്ങളിൽ നിന്നുണ്ട്. അപ്പോൾ അത് നിർണായക തെളിവായി ഘട്ടത്തിൽ വരുന്നുണ്ട്. രാഹുൽ സുരേഷാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ കോഴിക്കോട്ട് നിന്ന് നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് വാർത്താമഴ കടക്കുന്നു. റാഗിംഗ് കേസുകൾ പരിഗണിക്കാൻ കേരള ഹൈക്കോടതി പ്രത്യേക ബെഞ്ച് രൂപീകരിച്ചു. കേരള ലീഗൽ സർവീസസ് അതോറിറ്റിയുടെ പൊതുതാൽപര്യ ഹർജിയിലാണ് കോടതിയുടെ പ്രധാനപ്പെട്ട ഈ നടപടി. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ല എന്ന് കെൽസ ആരോപിച്ചു.
അടിയന്തരമായി നടപ്പാക്കേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചാണ് കേരള ലീഗൽ സർവീസസ് അതോറിറ്റി റാഗിംഗ് വിഷയത്തിൽ പൊതുതാൽപര്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. ബോധവൽക്കരണ പരിപാടികൾ നടത്തുന്നുണ്ടെങ്കിലും അതൊന്നും ഫലപ്രദമല്ല എന്നതിന്റെ തെളിവാണ് സമീപകാല സംഭവങ്ങളെന്ന് കെൽസ ചൂണ്ടിക്കാട്ടി. അതിനാൽ റാഗിംഗ് തടയാൻ സംസ്ഥാന ജില്ലാതല നിരീക്ഷണ സമിതികൾ രൂപീകരിക്കണമെന്നാണ് ഹർജിയിലെ പ്രധാന ആവശ്യം. സ്കൂളുകളിൽ റാഗിംഗ് വിരുദ്ധ സ്ക്വാഡുകൾ രൂപീകരിക്കണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സർക്കാർ വകുപ്പുകൾ എന്നിവ സംസ്ഥാനതല നിരീക്ഷക സമിതി മുമ്പാകെ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കണം. ഹൈക്കോടതി ഇക്കാര്യം നിർബന്ധമാക്കി നിർദ്ദേശം നൽകണമെന്നും ഹർജിയിലുണ്ട്. റാഗിംഗ് കേസുകളിൽ സർക്കാർ കർശന നടപടി സ്വീകരിക്കുന്നില്ലെന്നും കെൽസ ആരോപിച്ചു. മാർഗനിർദ്ദേശങ്ങളും നിയമങ്ങളും പൊതുജനങ്ങളിൽ എത്തിക്കാൻ ബോധവൽക്കരണ ക്യാമ്പയിനുകൾ ആരംഭിക്കണം. ഇതുവഴി റാഗിങ്ങിനെ പ്രതിരോധിക്കാൻ സാമൂഹിക പങ്കാളിത്തം വളർത്തുന്നതിന് സർക്കാർ നടപടികൾ കൈക്കൊള്ളണമെന്നും കെൽസ ആവശ്യപ്പെട്ടു. വിഷയം പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാൻ ചീഫ് ജസ്റ്റിസ് ഉൾപ്പെടെ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശം നൽകി. കെൽസയുടെ ഹർജി നാളെ പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. 24 കൊച്ചി. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി JS സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ഈ മാസം 31-നകം സർവകലാശാല അന്വേഷണം പൂർത്തിയാക്കണമെന്ന് ഹൈക്കോടതി. മെയ് 19 വരെ സമയം അനുവദിക്കണമെന്ന സർവകലാശാലയുടെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. കേസിൽ പ്രതികളായ വിദ്യാർത്ഥികളുടെ പ്രവേശന വിലക്ക് തുടരും. വിദ്യാർത്ഥികൾക്ക് പഠനാനുമതി നൽകിയ സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്ത് മരിച്ച സിദ്ധാർത്ഥന്റെ മാതാവ് നൽകിയ ഹർജിയിലാണ് ഈ നിർദ്ദേശം. 1.5 വർഷം കാത്തിരുന്ന കോളേജ് വിദ്യാർത്ഥിയെ ആക്രമിച്ച് പകവീട്ടി അതേ കോളേജിലെ വിദ്യാർത്ഥികൾ. കണ്ണൂരിലെ ലീഡേഴ്സ് കോളേജിലെ ജൂനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ വാരം സ്വദേശി മുനീസിന് ഗുരുതര പരിക്കേറ്റു. ആക്രമണത്തിന് നേതൃത്വം നൽകിയ നിഷാദ് എന്ന വിദ്യാർത്ഥി അടക്കം 5 പേർക്കെതിരെ പോലീസ് കേസെടുത്തു. സിനിമാ കഥകളിൽ മാത്രം കണ്ട കാഴ്ചകൾ കൺമുന്നിൽ ഞെട്ടിക്കുന്ന യാഥാർത്ഥ്യമാവുകയാണ്. ക്യാമ്പസിനകത്തുണ്ടായ തർക്കത്തിൽ പ്രതിയോഗിയെ 1.5 വർഷം കാത്തിരുന്നു പകവീട്ടുന്ന വിചിത്രമായ കഥ. ആദികടലായി ലീഡേഴ്സ് കോളേജിൽ മുനീസിന്റെ ജൂനിയർ വിദ്യാർത്ഥിയായിരുന്നു നിഷാദ്. കോളേജിൽ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ തമ്മിൽ തർക്കവും സംഘർഷവും ഉണ്ടായി. അന്ന് നിഷാദിനെ മർദ്ദിക്കാൻ മുനീസ് നേതൃത്വം നൽകിയെന്ന് ആരോപിച്ചാണ് 1.5 വർഷത്തിന് ശേഷമുള്ള തിരിച്ചടി. പലതവണ ഫോണിൽ വിളിച്ചു പക തീർക്കുമെന്ന് ഭീഷണിയും ഉണ്ടായിരുന്നു. ഇത് കോളേജ് കഴിഞ്ഞ സീനല്ലേ മച്ചാ, അതല്ല പറഞ്ഞ അന്നേരം തന്നെ തീർത്ത് തെർത്തീവാക്കി. അത് കഴിഞ്ഞിട്ട് കുറെ ഫുട്ബോൾ എല്ലാം കളിച്ചെന്നെല്ലാം പറഞ്ഞല്ലോ. കോളേജ് കഴിഞ്ഞിട്ടായി 2 കൊല്ലാണ്ടായില്ലേ. ഞായറാഴ്ച രാത്രി കണ്ണൂർ ടൗണിൽ വെച്ചാണ് മുനീസിന് നേരെ ആക്രമണമുണ്ടായത്. കത്തി ഉപയോഗിച്ചുള്ള ആക്രമണത്തിൽ മുനീസിന്റെ ചുണ്ട് മുറിഞ്ഞു. നിഷാദ് എന്ന പ്രതി ഫസ്റ്റ് തന്നെ വന്ന് അടി തുടങ്ങി. അപ്പോൾ അത് അടി കണ്ട് നമ്മളെന്താക്കി പിടിച്ചു വെക്കാൻ പോയി. ഒരു മാസ്കിലിട്ട 3-4 ടീം വേറെ ഇപ്പുറത്ത് നിന്നെല്ലാം വന്നിട്ട് ആടുള്ള എന്താ ഉള്ളത് നിലത്ത് കാണുന്നത് അതെടുത്തിട്ട് അടിക്കലായി. മുനീസിന് ഒറ്റയ്ക്ക് നിഷാദിന് കിട്ടി. എന്താണെന്നറിയില്ല, കത്തി പോലത്തെ എന്തോ എടുത്തിട്ടാണ് തലയിലേക്ക് വീശിയതാണ്. അപ്പോൾ എന്തോ ഇങ്ങനെ ആക്കിയാലോ ഇവിടെ ചുണ്ടിനാണ് ഉള്ളത്. അപ്പോൾ അവിടെ തന്നെ പോലീസുകാർ വരുമ്പോൾ അവരെല്ലാവരും ഓടി രക്ഷപ്പെട്ടു. ഇത് 2 വർഷം മുമ്പുള്ള ഒരു പ്രശ്നമായിരുന്നു. അത് അന്ന് പ്രശ്നം പറഞ്ഞാൽ തീർത്തതായിരുന്നു. ഇപ്പോൾ 2 വർഷത്തോളം അവർ ഈ പകയും കൊണ്ടിങ്ങനെ കൊണ്ടു നടക്കുകയായിരുന്നു. കാൾടെക്സിന് വേറെ കാണാൻ പോയ സമയത്തായിരുന്നു പെട്ടെന്ന് അവിടെ ഇവർ പ്രതികളെത്തി 5-8 ആൾ കൂടിയിട്ട് ഇവരെ വളഞ്ഞ് ആക്രമിക്കുന്നത് ഒറ്റയ്ക്ക്. അപ്പോൾ അക്രമം മൊത്തം ജനങ്ങളുടെ അടുത്തുകൂടി. അപ്പോൾ 1-2 വണ്ടി പോലീസുകാരുടെ എത്തിയ ശേഷം ഇവർ ഓടി രക്ഷപ്പെടുകയാണ് ഉണ്ടായത്. നിഷാദ് ഉൾപ്പെടെ 5 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തത്. സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികൾക്കായി അന്വേഷണം തുടരുകയാണ്. 24 കണ്ണൂർ. കാസർഗോഡ് സീനിയർ വിദ്യാർത്ഥികളുടെ ആക്രമണത്തിൽ 9ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ കാലൊടിഞ്ഞെന്ന് പരാതി. കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയെയാണ് സീനിയർ വിദ്യാർത്ഥികൾ ആക്രമിച്ചത്. ഫെബ്രുവരി 23-നാണ് സംഭവം. കാഞ്ഞങ്ങാട് ടർഫിൽ ഫുട്ബോൾ കളി കാണാനെത്തിയതായിരുന്നു വിശാഖ്. 3 വിദ്യാർത്ഥികൾ ചേർന്ന് മർദ്ദിച്ച ശേഷം 6 അടിയോളം ആഴമുള്ള കുഴിയിൽ തള്ളിയിട്ടെന്നാണ് പരാതി. വീഴ്ചയിൽ വിശാഖിന്റെ വലതുകാലിന്റെ എല്ലൊടിഞ്ഞു. കുറച്ചുപേര് കൂട്ടിക്കൊണ്ടുപോയിട്ട് അടിച്ചിട്ട് കണ്ടത്തിലേക്ക്. അത് കേട്ടിട്ട് എന്തോ പ്രശ്നം ചോദിച്ചു. നമ്മൾ സ്കൂളിൽ തന്നെ തർക്കം തന്നെ വേറെ സ്കൂളത്തുള്ളൂ, ബോർഡ് സ്കൂളത്തെ ഭീഷണിപ്പെടുത്തി കത്തിയെടുത്ത് കുത്തുന്നല്ല പറഞ്ഞു. എല്ലൊടിഞ്ഞു. വിശാഖിന്റെ സഹോദരനോടുള്ള വൈരാഗ്യമാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. കളിസ്ഥലത്ത് തല്ലുണ്ടായി. കളിക്കുന്ന കുട്ടികൾ തമ്മിൽ തല്ലുണ്ടാവും. ഇവർ എഴുന്നേറ്റ് പോയിന്നാന്ന് പറഞ്ഞത്. എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് തോളിൽ കൈയിട്ടിട്ട് വാ നമുക്ക് അങ്ങോട്ട് പോകാം, അതിൽ പോലീസ് വരും, പുറകുന്നുണ്ടോലും തലക്കും പുറത്തേക്കും ചവിട്ടലും തല്ലലും ആയിട്ട് നല്ല ഹൈറ്റുള്ള ഒരു വരമ്പിൻ്റെ മുകളിൽ നിന്നാണ് താഴേക്ക് തള്ളിയിടുന്നത്. ആ തള്ളലിൽ 2 എല്ല് പൊട്ടിയിട്ട് ഇപ്പോൾ ഓപ്പറേഷൻ കഴിഞ്ഞ് സ്റ്റീലിട്ടിട്ടുണ്ട്.
ശസ്ത്രക്രിയയ്ക്ക് ശേഷം കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥി വീട്ടിൽ തിരിച്ചെത്തിയത്. രക്ഷിതാവിൻ്റെ പരാതിയിൽ 2 സീനിയർ വിദ്യാർത്ഥികൾക്കെതിരെ ഹൊസ്ദുർഗ് പോലീസ് കേസെടുത്തു. 24 കാസർഗോഡ്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആരാണ് കേമൻ എന്ന തർക്കത്തിൽ മലപ്പുറം കൊണ്ടോട്ടിയിൽ സ്കൂൾ വിദ്യാർത്ഥികൾ തമ്മിൽ ഏറ്റുമുട്ടി. കൊട്ടൂക്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥികളാണ് സ്കൂളിന് പുറത്തുവച്ച് തമ്മിലടിച്ചത്. SSLC മോഡൽ പരീക്ഷ കഴിഞ്ഞ ഫെബ്രുവരി 20 വൈകിട്ടാണ് വിദ്യാർത്ഥികൾ ഏറ്റുമുട്ടിയത്. കൊണ്ടോട്ടി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഗ്രൗണ്ടിൽ വച്ചായിരുന്നു തമ്മിലടി. ഒരാൾ കൊട്ടുകര ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് മീഡിയത്തിലും മറ്റൊരാൾ മലയാളം മീഡിയത്തിലുമാണ്. ആരാണ് കേമൻ എന്ന വാക്കുതർക്കം പിന്നീട് സ്കൂളിന് പുറത്തെ ഗ്രൗണ്ടിൽ വെച്ച് സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു. ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ സ്കൂൾ സ്വമേധയാ വിദ്യാർത്ഥികളെയും രക്ഷിതാക്കളെയും വിളിച്ചു വരുത്തി. ഇനി SSLC പരീക്ഷ എഴുതാൻ മാത്രം സ്കൂളിലേക്ക് വന്നാൽ മതിയെന്ന നിർദ്ദേശം വിദ്യാർത്ഥികൾക്ക് നൽകിയതായി പ്രധാന അധ്യാപകൻ അറിയിച്ചു. ഇരു കൂട്ടർക്കും പരാതി ഉണ്ടായിരുന്നില്ല. സെന്റ് ഓഫ് ചടങ്ങുകളിൽ നിന്ന് വിദ്യാർത്ഥികളെ മാറ്റി നിർത്തി. 24 മലപ്പുറം. കൊച്ചിയിൽ ലഹരിക്കടിമയായ 9ാം ക്ലാസ്സുകാരൻ സഹോദരിയെ പീഡിപ്പിച്ചു. പെൺകുട്ടി സഹപാഠികളോട് ഇക്കാര്യം വെളിപ്പെടുത്തോടെയാണ് വിവരം പുറത്തറിയുന്നത്. വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി വിതരണം ചെയ്യുന്ന ആളാണ് 9ാം ക്ലാസ്സുകാരനെന്ന് പോലീസ് പറഞ്ഞു. കുട്ടികളിൽ ലഹരി എത്രത്തോളം അപകടമുണ്ടാക്കുമെന്നതിന്റെ ഉദാഹരണമാണ് കൊച്ചിയിൽ നിന്നുള്ള ഞെട്ടിക്കുന്ന ഈ വാർത്ത. സ്ഥിരമായി ലഹരി ഉപയോഗിക്കുന്ന 9ാം ക്ലാസ്സുകാരനാണ് 12 വയസ്സുള്ള സഹോദരിയെ ലൈംഗികമായി ഉപദ്രവിച്ചത്. ഭയന്നുപോയ പെൺകുട്ടി വിവരം മാതാപിതാക്കളോട് പോലും ആദ്യം പറഞ്ഞിരുന്നില്ല. സ്വകാര്യ ഭാഗങ്ങളിൽ വേദന അനുഭവപ്പെട്ട പെൺകുട്ടി വിവരം സുഹൃത്തുക്കളോട് പറഞ്ഞതോടെ അധ്യാപകർ വിവരമറിഞ്ഞു. ഇതോടെ പെൺകുട്ടിക്ക് കൗൺസിലിംഗ് നൽകി. പിന്നീട് വിവരം പോലീസിൽ അറിയിച്ചു. പാലാരിവട്ടം പോലീസ് പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തത്. കേസിലെ ആരോപണ വിധേയനായ സഹോദരൻ മയക്കുമരുന്നിന് അടിമയാണെന്നാണ് പോലീസ് പറയുന്നത്. കൊച്ചി നഗരത്തിലെ സ്കൂൾ കുട്ടികൾക്ക് ലഹരിമരുന്നെത്തിക്കുന്ന സംഘത്തിലെ പ്രധാനി കൂടിയാണ് ഈ 9ാം ക്ലാസ്സുകാരൻ. കേസിലെ ഇരയും പ്രതിയും പ്രായപൂർത്തിയാകാത്ത ആളുകളായതിനാൽ റിപ്പോർട്ട് തയ്യാറാക്കി ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് കൈമാറാനാണ് പോലീസിന്റെ തീരുമാനം. ലഹരിക്കെതിരായ പോരാട്ടം വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ലഹരി കച്ചവടം നടത്തുകയും പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ ലഹരിയിലേക്ക് വലിച്ചിടുകയും ചെയ്യുന്നവർക്ക് പ്രായത്തിന്റെ ആനുകൂല്യം നൽകേണ്ടതുണ്ടോ എന്ന് നമ്മുടെ നിയമകർത്താക്കളും ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എസ് ശ്യാംകുമാർ, 24 കൊച്ചി. ലഹരിക്കെതിരെ കടുത്ത നടപടിയെടുക്കുമെന്ന് സംസ്ഥാന സർക്കാർ ഉറപ്പു നൽകുമ്പോഴും ലഹരിക്കടത്തു പ്രതിക്ക് അനുകൂല റിപ്പോർട്ടുമായി വിയൂർ ജയിൽ സൂപ്രണ്ട്. 3 കിലോ MDMA കടത്തിയ രാഹുൽ സുഭാഷ് എന്ന പ്രതിക്ക് ജാമ്യം ലഭിക്കാനാണ് സുപ്രീം കോടതിയിൽ ജയിൽ സൂപ്രണ്ടിന്റെ അനുകൂല റിപ്പോർട്ട്. ജയിലിൽ കഞ്ചാവും മൊബൈൽ ഫോണും ബീഡികളും പിടികൂടിയ ശേഷവും പ്രതിയുടെ സ്വഭാവം തൃപ്തികരമാണെന്നും ഈ റിപ്പോർട്ടിലുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. മാരക ലഹരിമരുന്നായ MDMA കടത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതിക്കാണ് വിയൂർ ജയിൽ സൂപ്രണ്ട് അനുകൂല റിപ്പോർട്ട് നൽകിയത്. MDMAയുടെ വാണിജ്യ അളവ് 10 ഗ്രാം ആണെന്നിരിക്കെ 3 കിലോ MDMAയുമായി രാഹുൽ സുഭാഷ് എന്ന പ്രതി 2021 ഡിസംബർ 27 കൊച്ചിയിൽ വെച്ചാണ് അറസ്റ്റിലാകുന്നത്. ഡൽഹിയിൽ നിന്നും ലഹരിമരുന്ന് ബാംഗ്ലൂർ വഴി കൊച്ചിയിലെത്തിച്ചപ്പോഴാണ് പിടിക്കപ്പെട്ടത്. വിയൂർ സെൻട്രൽ ജയിലിൽ റിമാൻഡിൽ കഴിയവേ പ്രതിയിൽ നിന്നും കഞ്ചാവും ബീഡികളും മൊബൈൽ ഫോണും പിടികൂടിയിരുന്നു. തുടർന്ന് 2023 ജൂലൈ 18 വിയൂർ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു കേസ് കൂടി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇക്കാര്യങ്ങളെല്ലാം പരാമർശിക്കുമ്പോഴും പ്രതിയുടെ സ്വഭാവം തൃപ്തികരമെന്നാണ് ജയിൽ സൂപ്രണ്ട് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. പ്രതിയുടെ ജാമ്യാപേക്ഷയിൽ സുപ്രീം കോടതി നിർദ്ദേശമനുസരിച്ച് സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ജയിൽ സൂപ്രണ്ട് ഇക്കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രതിയുടെ ജാമ്യാപേക്ഷ സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ബൽറാം നെടുങ്ങാടി, 24 ഡൽഹി. പാലക്കാട് എക്സൈസ് ഓഫീസിലേക്ക് KSU നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പിന്നാലെ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. അറസ്റ്റ് ചെയ്ത KSU നേതാക്കളെ കയറ്റിക്കൊണ്ടുപോയ വാഹനത്തിന് മുകളിൽ പ്രവർത്തകർ കയറിയതോടെ പോലീസ് ലാത്തിവീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. KSU സംസ്ഥാന ജനറൽ സെക്രട്ടറി അജാസ് ഉൾപ്പെടെ 15ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. SDPI ദേശീയ പ്രസിഡന്റ് MK ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തു.
പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട കള്ളപ്പണം വെളുപ്പിക്കൽ കേസിലാണ് നടപടി. തിങ്കളാഴ്ച രാത്രി ബംഗളൂരുവിൽ വെച്ചാണ് കസ്റ്റഡിയിലെടുത്തത്. തുടർന്ന് ഡൽഹിയിൽ എത്തിച്ച ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. MK ഫൈസി നിയമവിരുദ്ധമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയെന്നും കള്ളപ്പണം വെളുപ്പിക്കലിൽ പങ്കുണ്ട് എന്നും കണ്ടെത്തിയതിനെ തുടർന്നാണ് EDയുടെ ഈ നീക്കം. മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് വാർത്താ മഴ കടക്കുന്നു. സ്വപ്ന പദ്ധതിയായ വയനാട് തുരങ്കപാത യാഥാർത്ഥ്യമാകുന്നു. അന്തിമ അനുമതി നൽകാൻ സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ നൽകി. വ്യവസ്ഥകളുടെ അടിസ്ഥാനത്തിൽ നിർമ്മാണം ആരംഭിക്കാനാണ് ശുപാർശ. മറിപ്പുഴയിൽ നിന്ന് മീനാക്ഷി ബ്രിഡ്ജിലേക്ക് 8.173 കിലോമീറ്റർ ദൂരം, 2134 കോടി രൂപ നിർമ്മാണ ചെലവ്. ആനക്കാംപൊയിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങുകയാണ്. പരിസ്ഥിതി ലോല പ്രദേശത്തായതിനാൽ ഉചിതമായ സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചാകും നിർമ്മാണം. മണ്ണിടിച്ചിൽ സാധ്യതയുള്ള സ്ഥലങ്ങളിൽ സൂക്ഷ്മ സ്കെയിൽ മാപ്പിംഗ് തുടർച്ചയായി നടത്തുകയും നിരീക്ഷിക്കുകയും ചെയ്യും. സംസ്ഥാന പരിസ്ഥിതി ആഘാത നിർണയ അതോറിറ്റിക്ക് വിദഗ്ധ സമിതി ശുപാർശ ചെയ്തതോടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കാമെന്ന് MLA ലിൻഡോ ജോസഫ്. നമ്മുടെ ആനക്കാമ്പിൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നത് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ഡ്രീം പ്രൊജക്റ്റുകളിലൊന്നാണ്. വയനാട് ജില്ലയും കോഴിക്കോട് ജില്ലയും തമ്മിൽ ബന്ധിപ്പിക്കുക. നേരത്തെ ഉള്ള ഒരു ദുർഘടമായിട്ടുള്ള സ്ഥിതി നമുക്കറിയാം. നമ്മുടെ വയനാട് ചുരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വലിയ പ്രതിസന്ധി നമുക്കറിയാം. അതിനൊരു പരിഹാരം എന്ന നിലയിൽ കൂടിയാണ് സംസ്ഥാന ഗവൺമെൻറ് 2020 ഒന്നാം പിണറായി വിജയൻ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ആനക്കാമ്പൽ കള്ളാടി മേപ്പാടി തുരങ്കപാത എന്നൊരു പ്രപ്പോസൽ മുന്നോട്ട് വെക്കുന്നത്. പിന്നീട് നടന്ന തുടർ പ്രക്രിയയുടെ ഭാഗമായിട്ടാണ് എല്ലാ നടപടികളും പൂർത്തീകരിച്ച് 2024 ഒക്ടോബർ മാസം ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ചത്. അപ്പൻകാപ്പ് ആനത്താര സംരക്ഷിക്കുന്നതിന് 3.0579 ഹെക്ടർ വനഭൂമി ഏറ്റെടുക്കും. വംശനാശ ഭീഷണി നേരിടുന്ന ബാണാസുര ചിലപ്പൻ പക്ഷിയുടെ സംരക്ഷണത്തിന് നിരീക്ഷണം നടത്തും. ഇരവഴിഞ്ഞിപ്പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തടയാത്ത രീതിയിലാകും നിർമ്മാണം. ടണലിന്റെ ഉള്ളിലെ വായുവിന്റെ ഗുണനിലവാരം തുടർച്ചയായി നിരീക്ഷിക്കണമെന്ന നിബന്ധനയും സമിതി മുന്നോട്ട് വച്ചിട്ടുണ്ട്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക് വാർത്താ മഴ കടക്കുകയാണ്. തൃശൂർ വരവൂരിൽ ജനവാസ മേഖലയിൽ അറവ് മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിനെതിരെ വലിയ പ്രതിഷേധമാണ്. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സൂരജ് സജി തൃശൂരിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. സൂരജ്, അവിടെ വലിയ പ്രതിഷേധം തുടരുകയാണോ? ഏതെങ്കിലും തരത്തിൽ സംഘർഷാവസ്ഥയുണ്ടോ? എന്താണ് മറ്റു വിവരങ്ങൾ സൂരജ്? വിജയകുമാർ, ഇന്ന് പുലർച്ചയോടുകൂടിയാണ് 3 വാഹനങ്ങൾ ഈ വരവൂർ മാലിന്യ പ്ലാന്റിലേക്ക് എത്തിച്ചത്. അതായത് 3 കോഴി വേസ്റ്റ് കയറ്റുവന്ന വാഹനങ്ങൾ അതിവിടെ എത്തുന്നു, നാട്ടുകാർ തടയുന്നു. രാവിലെ മുതൽ തന്നെ ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയായിരുന്നു. ആ ദൃശ്യങ്ങളിൽ കാണാം. വലിയ പോലീസ് സന്നാഹം എല്ലാം തന്നെ ഈ മേഖലയിൽ നിലയുറപ്പിച്ചിട്ടുണ്ട്. ഇവരുടെ എല്ലാം നേതൃത്വത്തിൽ ഈ നാട്ടുകാർ ഈ വാഹനം തടഞ്ഞിട്ട് പോലീസ് ഇടപെട്ടിട്ട് പോലും നാട്ടുകാർ അയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് ഇവർ പറയുന്ന കൃത്യമായി ജനവാസ മേഖലയിലാണ് ഈ മാലിന്യ സംസ്കരണ പ്ലാന്റ്, വരവൂരിലെ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന വെള്ളം, അതിനുശേഷം പുറന്തള്ളുന്ന മാലിന്യം, അതെല്ലാം തന്നെ ഈ മേഖലയെ മലിനമാക്കും എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ വാഹനം തടഞ്ഞിട്ടത്. അതിനുശേഷം ഈ പോലീസ് ഇടപെട്ടെങ്കിൽ പോലും ഈ നാട്ടുകാർ ഒരു തരത്തിലും അനുനയിക്കപ്പെടാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിലാണ് വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയത്. ഇപ്പോൾ പോലീസ് ഇടപെട്ടുകൊണ്ട് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങൾ മാറ്റാനടക്കമുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. പക്ഷേ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ പ്രതിഷേധം നിലനിൽക്കുന്നു. ഏത് സാഹചര്യത്തിലാണ് നിങ്ങൾ ഇത്തരം പ്രതിഷേധത്തിലേക്ക് പോയത്? ഇന്നലെ വൈകുന്നേരം ഈ മാലിന്യ പ്ലാന്റ് റൺ ചെയ്യുന്നതിന് വേണ്ടി രാത്രി ശ്രമം നടത്തി. അതായത് പഞ്ചായത്തിന് അനുമതി ലഭിച്ചോ ഇല്ല എന്നാണ് ഞങ്ങൾ അന്വേഷിക്കുന്ന സമയത്ത് പഞ്ചായത്തിന്റെ ബന്ധപ്പെട്ട ആളുകളൊക്കെ പറയുന്നത്. അവർ അനുമതി കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ ഇന്നലെ രാത്രി 12:30 അവിടെ കമ്പനി പ്രവർത്തനം ആരംഭിച്ചു. അതിലേക്ക് കൊണ്ടുവന്ന മാലിന്യ വണ്ടി മണ അടിച്ചുകൊണ്ട് നാട്ടുകാർ തടഞ്ഞിട്ടു. ഒരു വണ്ടി അതിനകത്തേക്ക് പോയി, 2 വണ്ടികൾ ജനങ്ങൾ തടഞ്ഞിട്ടു. പോലീസ് വന്ന് കമ്പനി അധികൃതരും പോലീസും കൂടി വണ്ടി മാലിന്യ പ്ലാന്റിലേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തി. ജനകീയമായി ജനങ്ങൾ അതിനെ നേരിട്ടു. അതിനടിസ്ഥാനത്തിൽ പോലീസ് ഡ്രൈവറെയും ഇവിടുന്ന് കൊണ്ടുപോയി. ഇന്ന് രാവിലെ പ്രതിഷേധം വീണ്ടും തുടരുകയാണ്. യാതൊരു തരത്തിലുള്ള ജനങ്ങളുടെ ഭാഗത്തു നിന്ന് യാതൊരു തരത്തിലുള്ള പിന്തുണയും ഈ പ്ലാന്റിനില്ല. എല്ലാവരും ഈ പ്ലാന്റിനെതിരാണ് ഇവിടുത്തെ ജനങ്ങൾ. പഞ്ചായത്ത് ഉറപ്പ് നൽകിയതാണ് എല്ലാ തരത്തിലുള്ള ജനങ്ങളെ ബോധവൽക്കരണം നടത്തിയിട്ടാണ് ഈ പ്ലാന്റ് കൊണ്ടുവരുള്ളൂ. പക്ഷേ ഇവിടുത്തെ ഒരു ജനതയും ബോധവൽക്കരണം നടത്തുകയോ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യം ചെയ്യാൻ പഞ്ചായത്ത് തയ്യാറായിട്ടില്ല. ADM വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലും കളക്ടർ വിളിച്ചു ചേർത്ത മീറ്റിങ്ങിലും ഒക്കെ ഞങ്ങളുടെ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തിയതാണ്. ഈ നിൽക്കുന്നത് ഇന്നലെ വാഹനം തടയാൻ ശ്രമിക്കുന്നതിനിടയിൽ ഈ വാഹനം ഇടിച്ച് പരിക്കേറ്റ ആളാണ്. എന്താ ചേട്ടാ സംഭവിച്ചത്? കമ്പനിയുടെ ഓണർമാരാണ് എന്നെ കണ്ടിട്ട് അവർ എൻ്റെ നേരെ വാഹനം എടുത്ത് പാഞ്ഞു വരികയായിരുന്നു. ഞാൻ ഒഴിഞ്ഞു മാറിയപ്പോൾ എന്തോ വാഹനം തടയാൻ ശ്രമിച്ചു. അവരുടെ വാഹനം വരികയായിരുന്നു. എന്തോ ചെറിയ കശപിശ ഉണ്ടായി അവർ വാഹനം ഓടിച്ചു വരുന്നു. അപ്പോഴാണ് എന്നെ കണ്ടത്. അവർ ഞാൻ വീടിന് മുന്നിൽ നിൽക്കുകയായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ വാഹനം ഓടിച്ചു വരികയും
എന്നെ ഇടിച്ചിടാൻ ശ്രമിക്കുകയും ചെയ്തു. ഞാൻ ഒഴിഞ്ഞു മാറി. എന്തോ മാരകമായിട്ടുള്ള ആയുധം എന്തോ എടുത്ത് എൻ്റെ കയ്യിന് നേരെ ആക്രമിച്ചു. കൈവച്ച് തടഞ്ഞു. കയ്യിന് മുറിവുണ്ട്. വിജയകുമാർ, അതായത് പഞ്ചായത്തിനെ സംബന്ധിച്ച് പഞ്ചായത്ത് വിശദീകരിക്കുന്ന ഈ പ്രവർത്തനാനുമതി കൊടുത്തിട്ടുണ്ടോ എന്നത് സംബന്ധിച്ചൊരു വ്യക്തമായ മറുപടി പഞ്ചായത്ത് നൽകുന്നില്ല. അതിനിടയിലാണ് ഇന്ന് പുലർച്ചയോടുകൂടി ഈ പ്ലാന്റ് ഒരു ട്രയൽ റൺ നടത്തുന്നതിന് വേണ്ടി ഈ ലോഡ് എത്തിക്കുന്നത്, പിന്നീട് ട്രയൽ റണ്ണിലേക്കൊക്കെ പോകുന്നത്. ആ സമയത്ത് നാട്ടുകാർ ഇവിടെ എത്തിച്ച മാലിന്യം തടയുകയായിരുന്നു. അതാണ് ഇപ്പോൾ വരവൂരിൽ ഒരു സംഘർഷാവസ്ഥയിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. വിജയകുമാർ, യെസ്, ഈ ദൃശ്യങ്ങൾ വരവൂരിലാണ്, തൃശ്ശൂർ വരവൂരിലാണ്. അവിടെ ജനവാസ മേഖലയിൽ അറവു മാലിന്യ സംസ്കരണ പ്ലാന്റ് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ വലിയ പ്രതിഷേധമുണ്ട്. ഈ പ്ലാന്റിന് അനുമതി നൽകിയിട്ടുണ്ടോ എന്നതിൽ പഞ്ചായത്ത് ഒരു വിശദീകരണം നൽകിയിട്ടുമില്ല. മാലിന്യവുമായി എത്തിയ വാഹനം നാട്ടുകാർ തടഞ്ഞു. സുരേഷ് സജിയാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആശാ വർക്കേഴ്സിന്റെ സമരം നിയമസഭയിൽ ഉയർത്തി ആരോഗ്യമന്ത്രിയെയും സർക്കാരിനെയും കടന്നാക്രമിച്ചു പ്രതിപക്ഷം. സമരക്കാരെ ആക്ഷേപിച്ച് വാഗ്ദാന ലംഘനമാണ് സർക്കാർ നടത്തുന്നതെന്ന് പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ആവർത്തിച്ചു. പ്രതിപക്ഷ നേതാവിന്റെ പ്രസംഗത്തിൽ സ്പീക്കർ ഇടപെട്ടതിനെ ചൊല്ലിയുണ്ടായ തർക്കം ബഹളത്തിൽ കലാശിച്ചു. ഒരു സമ്മേളനത്തിൽ ചർച്ച ചെയ്ത ഒരു സംഗതിയെപ്പറ്റിയുള്ള ചർച്ച ആ പ്രമേയം വഴി പുനരാരംഭിക്കാൻ പാടില്ല എന്നതാണ്. ആ ചട്ടത്തിൻ്റെ ലംഘനമാണ് ഇപ്പോൾ വീണ്ടും ഇത് ഉന്നയിക്കുന്നത്. സബ്മിഷനായി നിയമസഭയിൽ വന്ന വിഷയം വീണ്ടും കൊണ്ടുവരുന്നത് ചട്ടലംഘനമെന്ന് സർക്കാർ ആദ്യം തന്നെ പ്രതിരോധം തീർത്തിരുന്നു. എന്നാൽ പ്രമേയ അവതാരകനായ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇടതു നേതാക്കൾ സമരക്കാരെ ആക്ഷേപിച്ചത് ആയുധമാക്കി. 7000 രൂപ പോലും 3 മാസം മുടങ്ങി. സിക്കിമിൽ ഓണറേറിയം 10,000 രൂപയാണ്. വാഗ്ദാനം പാലിക്കാതെ സമരം ചെയ്യുന്നവരെ പുലഭ്യം പറഞ്ഞുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപിച്ചു. നിങ്ങൾ എന്തൊക്കെയാണ് സാർ അവരെ വിളിച്ചത്? നിങ്ങളവരെ ക്രിമികീടങ്ങളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവർ ഈർക്കിൽ പാർട്ടികളെന്ന് വിളിച്ചില്ലേ? നിങ്ങളവരെ ബക്കറ്റ് പിരിവാർന്ന് വിളിച്ചില്ലേ? എന്ന് തൊട്ടാണ് സാർ ഇവർക്ക് ബക്കറ്റ് പിരിവ് ഇത്ര അയിത്തമായി തോന്നി തുടങ്ങിയത്? കൊലയാളികൾക്ക് വേണ്ടി ബക്കറ്റ് പിരിച്ച പാർട്ടിക്കാരല്ലേ സാർ ഇവർ? അവർക്കിപ്പോ ബക്കറ്റ് പിരിക്കുന്നത് മോശം കാര്യമായി തോന്നുകയാണ് സാർ. ആശമാർക്ക് ലഭിക്കുന്ന 13,000 രൂപയിൽ 9,400 രൂപയും സംസ്ഥാന സർക്കാരാണ് നൽകുന്നത് എന്നായിരുന്നു വീണ ജോർജിന്റെ മറുപടി. സിക്കിമിൽ നൽകുന്ന ഓണറേറിയം 6,000 രൂപയാണ്. സമരക്കാരോട് സർക്കാരിന് അനുഭാവപൂർണമായ നിലപാടാണ്. SUCIയുടെ നാവായി രാഹുൽ മാങ്കൂട്ടത്തിൽ മാറിയെന്നും ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. സാർ, ഈ പാലക്കാട് മെമ്പർ അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് കൂടിയാണല്ലോ. പക്ഷേ SUCIയുടെ നാവായി കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ് മാറി എന്നുള്ളത് ഒരു ഗതികേടായിട്ട് മാത്രമേ കാണാനായിട്ട് സാധിക്കുകയുള്ളൂ സാർ. SUCIയുടെ നിലപാടാണോ സാർ IUCക്കുള്ളത്? അതെങ്കിലും പരിശോധിച്ചിട്ട് വരണ്ടേ സാർ പ്രമേയ അവതാരകൻ സാർ? ഇതോടെ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. UDF സർക്കാരാണ് ആദ്യമായി ഓണറേറിയം നൽകിയതെന്നും സമരക്കാരെ പാട്ടപ്പിരിവുകാർ എന്ന് വിളിക്കുന്നത് മോശം സമീപനമാണെന്നും പ്രതിപക്ഷ നേതാവ് ചൂണ്ടിക്കാട്ടി. സാർ, അവരെ എന്തൊക്കെയാണ് പാട്ടപ്പിരിവുകാർ? സാംക്രമിക രോഗങ്ങൾ പരത്തുന്ന കീടങ്ങൾ. പിന്നെ ഇന്നലെ ഒരു CITU നേതാവ് പറഞ്ഞത് സുരേഷ് ഗോപി അവിടെ പോയപ്പോൾ അവർക്ക് കൊട കൊടുത്തതിന്റെ കൂടെ അവർക്ക് ഉമ്മ കൊടുത്താന്ന്. സാർ, നിങ്ങൾക്ക് യോജിച്ചതാണോ? ഈ ആരോഗ്യമന്ത്രി പറയേണ്ടതിന് മറുപടി. പ്രസംഗത്തിന്റെ സമയം നിയന്ത്രിച്ചതോടെ സഭയിൽ പ്രതിപക്ഷ നേതാവും സ്പീക്കറും നേർക്കുനേർ. സമയമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ചേർന്ന് നോക്കിയിട്ട് കാര്യമില്ല. സമ്മതിക്കുന്നില്ല, പിന്നെ വേറെ വഴിയൊന്നുമില്ല. അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും, അത്രേ ഉള്ളൂ. അല്ല, അടുത്ത ബിസിനസ് വഴി പോണ്ടി വരും. നിങ്ങളുടെ വാക്കൌട്ട് സ്പീച്ചിന്റെ ക്രക്സ് വന്നു. പിന്നാലെ പ്രതിപക്ഷ അംഗങ്ങൾ സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. ബാനറും പ്ലക്കാർഡും ഉയർത്തി സ്പീക്കറുടെ മുഖം മറച്ച് പ്രതിഷേധിച്ചതോടെ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ പിരിഞ്ഞു. ഈ മാസം 10-ന് വീണ്ടും സഭ ചേരും. 24 തിരുവനന്തപുരം. അതേസമയം സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിന്റെ സമരത്തിന് പിന്തുണയുമായി സമരപ്പന്തലിൽ കോൺഗ്രസ് BJP നേതാക്കളെത്തി. രമേശ് ചെന്നിത്തല, K സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രൻ, PK കൃഷ്ണദാസ് തുടങ്ങിയ നേതാക്കളാണ് ഇന്ന് പിന്തുണയുമായി എത്തിയത്. ആശാ വർക്കേഴ്സിനെ അധിക്ഷേപിച്ച CITU നേതാവ് KN ഗോപിനാഥിന്റെ പരാമർശം CPIM CITU നേതാക്കൾ തള്ളി. സംസ്ഥാന സർക്കാരിനെതിരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഒരു വിഭാഗം ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരത്തിന് പ്രതിപക്ഷത്തിന്റെ പിന്തുണയേറുന്നു. സമരങ്ങളോട് പുച്ഛമാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെന്ന് വീണ്ടും സമരപന്തലിലെത്തിയ മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞു. 23ാമത്തെ ദിവസമായിട്ടും കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളെ വിളിച്ചൊരു ചർച്ച ചെയ്യാനുള്ള സാമാന്യ മര്യാദ കാണിച്ചില്ല എന്നുള്ളത് ഏറ്റവും പ്രതിഷേധാർഹമായ കാര്യമാണ്. ടാർപ്പാളിയും പൊളിച്ചു കഴിഞ്ഞാൽ സമരം ഇല്ലാതാകുമെന്ന് വിളിച്ച വിഡ്ഢികളാണ് അധികാരത്തിൽ വിട്ടിരിക്കുന്നത്. T സിദ്ദിഖ് MLAയും പിന്തുണയുമായി സമരപന്തലിലെത്തി. ആശാ വർക്കേഴ്സിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മഹിളാ മോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്ക് പുറമെ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും നേതാക്കളായ PK കൃഷ്ണദാസ്, ശോഭാ സുരേന്ദ്രൻ എന്നിവരും സമരപന്തലിൽ എത്തി.
കേരളം ഒന്നടങ്കം ഒരു വലിയ മഹാമാരിയെ നേരിട്ടപ്പോൾ മുന്നിൽ നിന്ന് അതിനെ ചെറുത്ത് തോൽപ്പിച്ചവരിൽ ആദ്യം എടുത്തു പറയേണ്ട പേര് ആശാ വർക്കർമാരുടേതാണ്. അതുകൊണ്ട് അവർക്ക് മുത്തം കൊടുക്കുന്നതിന് ഒരു തടസ്സവുമില്ല. കേരളം ഒറ്റക്കെട്ടായി അവരെ കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കണം എന്ന് തന്നെയാണ് എനിക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ പറയാൻ സൂചിപ്പിക്കുന്നത്. ആശാ വർക്കേഴ്സിനെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയ CITU സംസ്ഥാന സെക്രട്ടറി KN ഗോപിനാഥിനെ തള്ളി കേന്ദ്ര നേതൃത്വം രംഗത്തെത്തി. സമരം ചെയ്യുന്നവർ പ്രത്യേകിച്ച് സ്ത്രീകളായിരിക്കുമ്പോൾ അത് വളരെ ശ്രദ്ധാപൂർവം ബഹുമാനത്തോടു കൂടിയിട്ടല്ലാതെ ആരോടും വാക്കുകൾ ഉപയോഗിക്കുന്ന CITUവിന്റെ നയമല്ല. അങ്ങനെയുള്ള സമീപനം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും തെറ്റാണ്. സമരങ്ങളോട് നല്ല വാക്കുകൾ കൊണ്ട് പ്രതികരിക്കണമെന്നാണ് CPIM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജന്റെ മുന്നറിയിപ്പ്. 24 തിരുവനന്തപുരം. CPM സംസ്ഥാന സമ്മേളനത്തിന് നാളെ കൊല്ലത്ത് കൊടിയേറും. സംസ്ഥാനത്തെ 5.64 ലക്ഷം പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് 486 പേർ സമ്മേളനത്തിൽ പങ്കെടുക്കും. 3 വർഷത്തെ പ്രവർത്തനം വിലയിരുത്തുന്ന രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ടിനൊപ്പം സംസ്ഥാനത്തിന്റെ ഭാവി വികസനം സംബന്ധിച്ച കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖയാകും ഇത്തവണത്തെ സമ്മേളനത്തെ ശ്രദ്ധേയമാക്കുക. ഇത് 3-ാം തവണയാണ് കൊല്ലം CPIM സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഇതിനു മുമ്പ് 1971-ലും 95-ലുമാണ് കൊല്ലത്ത് CPIMന്റെ സംസ്ഥാന സമ്മേളനം നടന്നത്. 30 കൊല്ലത്തിന് ശേഷം വീണ്ടും ഒരു സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്നതിന്റെ ആവേശത്തിലാണ് കൊല്ലത്തെ CPIM പ്രവർത്തകർ. സമ്മേളനത്തിന്റെ ഭാഗമായുള്ള പതാക, കൊടിമര, ദീപശിഖ ജാഥകൾ നാളെ പൊതുസമ്മേളന വേദിയിൽ സംഗമിക്കുന്നതോടെ കൊല്ലം CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ ആരംഭങ്ങളിൽ അമരും. സമ്മേളനത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ആശ്രമ മൈതാനിയിൽ പതാക ഉയർത്തും. വ്യാഴാഴ്ചയാണ് പ്രതിനിധി സമ്മേളനം. പോളിറ്റ് ബ്യൂറോ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 486 പ്രതിനിധികളും 44 അതിഥികളും നിരീക്ഷകരും ഉൾപ്പെടെ 530 സഖാക്കളാണ് സമ്മേളന പ്രതിനിധികളായിട്ട് ഉണ്ടാകുക. 3 കൊല്ലത്തെ രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്തുകൊണ്ടുള്ള പ്രവർത്തന റിപ്പോർട്ട് സമ്മേളനത്തിൽ അവതരിപ്പിക്കും. എറണാകുളം സമ്മേളനം കൈക്കൊണ്ട തീരുമാനങ്ങൾ എത്രമാത്രം പ്രാവർത്തികമായെന്ന വിലയിരുത്തലും കൊൽക്കത്ത പീനം തീരുമാനങ്ങൾ നടപ്പിലാക്കിയതിലുള്ള വിലയിരുത്തലും റിപ്പോർട്ടിന്റെ ഭാഗമാണ്. എന്നാൽ എറണാകുളം സമ്മേളനത്തിലെ പോലെ തന്നെ നവകേരള കാഴ്ചപ്പാട് അവതരിപ്പിക്കുന്ന രേഖയാണ് കൊല്ലം സമ്മേളനത്തിലെയും ഹൈലൈറ്റ്. നവകേരളത്തിനായുള്ള പുതു വഴികൾ എന്നുള്ള ഒരു രേഖ ചർച്ച ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. കഴിഞ്ഞ 3 കൊല്ലക്കാലത്തെ അതിൻ്റെ പ്രയോഗം എങ്ങനെ, എത്രത്തോളം നമ്മൾ ചൂണ്ടിക്കാണിച്ച കാര്യങ്ങളിലേക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിച്ചിട്ടുണ്ട്, അതിൻ്റെ ഭൂതകാലവും അതിൻ്റെ വർത്തമാനവും അതിൻ്റെ ഭാവിയും ഈ ത്രികാല ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തി വളരെ ഗൗരവപൂർവ്വം ഒരു രേഖ ചർച്ച ചെയ്യണമെന്ന് തന്നെയാണ് കണ്ടിട്ടുള്ളത്. റിപ്പോർട്ടിന്മേലുള്ള പൊതുചർച്ചയിൽ സർക്കാരിനെ പറ്റി ഉയർന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. ജില്ലാ സമ്മേളനങ്ങളിതുപോലെ ചർച്ചയും വിമർശനവും അതിരുവിടാതിരിക്കാൻ നേതൃത്വം പ്രത്യേകം ശ്രദ്ധിക്കും. പ്രകടമായ രീതിയിലുള്ള വിഭാഗീയതയ്ക്ക് അന്ത്യം കുറിച്ചതോടെ CPIM സമ്മേളനങ്ങളെ ചുറ്റിപ്പറ്റിയുള്ള ആ പഴയ ഉദ്വേഗജനകമായ അന്തരീക്ഷം ഇപ്പോഴില്ല. സംസ്ഥാന സമിതിയിലേക്കും സംസ്ഥാന സെക്രട്ടറിയിലേക്കും ആരൊക്കെ പുതുതായി വരും എന്നതിൽ മാത്രമാണ് ആകാംക്ഷ. കൊല്ലത്ത് നിന്ന് സതീഷിനും രാജ്കിരണിനുമൊപ്പം R. ശ്രീജിത്ത്, 24. പ്രായപരിധി ഇളവ് ഒരാൾക്ക് വേണ്ടി എന്നത് ദുർവ്യാഖ്യാനമെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം EP ജയരാജൻ. കാലഘട്ടത്തിന്റെ ആവശ്യമനുസരിച്ചാണ് നയങ്ങളും അടവ് നയങ്ങളും സ്വീകരിക്കുക. അടുത്ത തെരഞ്ഞെടുപ്പിലും പിണറായി വിജയൻ തന്നെ നയിക്കുമോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ക്യാപ്റ്റൻ നയിക്കുകയല്ലേ എന്നായിരുന്നു EP ജയരാജന്റെ മറുപടി. അത് ഒരാൾക്ക് വേണ്ടി എന്നുള്ളത് തെറ്റായിട്ടുള്ളൊരു ദുർവ്യാഖ്യാനമാണ്. പാർട്ടി എല്ലാ കാര്യങ്ങളും പരിശോധിച്ചുകൊണ്ടാണ് തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നത്. പാർട്ടിയിൽ വളരെ സംതൃപ്തിയും സന്തോഷവും ഉണ്ടാകുന്ന പല തീരുമാനങ്ങളുമുണ്ട്. അതുകൊണ്ടിത് ഒരാൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല. കേഡർ പാർട്ടി എന്ന് പറയുന്നതും ഈ നിങ്ങൾ ഉയർത്തിയിരിക്കുന്ന വ്യാഖ്യാനവും തമ്മിൽ ഒരു ബന്ധവുമില്ലാത്തതാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകതക്കനുസരിച്ച് ആകെ രാഷ്ട്രീയത്തെ നിരീക്ഷിച്ചുകൊണ്ട് പാർട്ടിക്കും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും ഉയർന്നു വരാൻ വളർന്നു വരാൻ ആവശ്യമായിട്ടുള്ള നയങ്ങളും അടവുപരമായ നിലപാടുകളും സ്വീകരിക്കും. ഇപ്പോൾ ക്യാപ്റ്റൻ നയിച്ചുകൊണ്ടിരിക്കുകയല്ലേ, പിന്നെ ആ ചോദ്യത്തിന് എന്താ പ്രസക്തി? CPM സംസ്ഥാന സമ്മേളനത്തിനുള്ള ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. ആശ്രമ മൈതാനിയിൽ നിന്ന് അരുൺ രാജ് വിശദാംശങ്ങളുമായി ചേരുന്നു. അരുൺ രാജ്, കൊല്ലം ചെങ്കടലായി ഇപ്പോൾ തന്നെ അല്ലേ?
അതേ വിജയകുമാർ, കൊല്ലം പൂർണ്ണമായും ചുവപ്പണിഞ്ഞിരിക്കുകയാണ്. സംസ്ഥാന സമ്മേളനത്തിനായി ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായതായി ജില്ലാ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്തായാലും സമ്മേളന പ്രതിനിധികൾ നാളെ രാത്രി മുതൽ തന്നെ എത്തിക്കും. അവരെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയായി. എന്തായാലും നേരത്തെ നമ്മുടെ റിപ്പോർട്ടർ സൂചിപ്പിച്ചതുപോലെ തന്നെ നവകേരള രേഖയാണ്, ആ കാഴ്ചപ്പാടാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി ഏവരും ഉറ്റുനോക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവതരിപ്പിക്കുന്ന ആ നവകേരള രേഖയിൽ എന്തായിരിക്കും ഉണ്ടാവുക? മൂന്നാം പിണറായി സർക്കാരിന്റെ തുടർച്ചയ്ക്ക് വേണ്ട കാര്യങ്ങൾ അതിൽ ഉണ്ടാകും എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങൾ നൽകുന്ന സൂചന. കൊല്ലത്തെ ഒരുക്കങ്ങൾ അത് ഓരോ സ്ഥലങ്ങളിലും കലാകായിക മത്സരങ്ങളടക്കം പൂർത്തിയായി കഴിഞ്ഞു. ഇന്ന് ജല ഘോഷയാത്രയടക്കം CPIM നിശ്ചയിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികളോട്, യുവജന സംഘടനാ പ്രതിനിധികളോട് അതിന്റെ കലാകായിക പ്രവർത്തനങ്ങൾ കൂടുതൽ താഴെത്തട്ടിലേക്ക് ശ്രദ്ധേയമാക്കാനുള്ള നിർദ്ദേശങ്ങൾ കൂടി CPIM നൽകി. എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ തന്നെ ഓരോ മേഖലയും ഓരോ ജംഗ്ഷനും പൂർണ്ണമായും ചുവപ്പണിഞ്ഞിരിക്കുകയാണ്, പതാക പുതപ്പിച്ചിരിക്കുകയാണ്. നേതാക്കളെല്ലാം തന്നെ അവസാനഘട്ട പ്രവർത്തനങ്ങൾക്കായുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിയും PB അംഗങ്ങളും അടക്കമുള്ളവർക്കുള്ള ക്രമീകരണങ്ങൾ, അങ്ങനെ പ്രതിനിധികൾ, സംസ്ഥാന സമ്മേളന പ്രതിനിധികൾ എന്നിവരെ വരവേൽക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ഇതിനോടകം തന്നെ പൂർത്തിയാക്കി കഴിഞ്ഞു. ആശ്രമ മൈതാനിയിൽ നിന്ന് അരുൺരാജാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കോടികളുടെ തട്ടിപ്പ് നടത്തിയ കരുവന്നൂർ സഹകരണ ബാങ്ക് നിക്ഷേപ സമാഹരണത്തിലേക്ക് 1000 പേരിൽ നിന്നായി 1 കോടി രൂപ സമാഹരിക്കാനുള്ള നിക്ഷേപ സമാഹരണത്തിന് തുടക്കമായി. ബാങ്കിനെ തിരിച്ചുവരവിന്റെ പാതയിലെത്തിക്കാനുള്ള നീക്കം എന്നാണ് ഭരണസമിതിയുടെ വിശദീകരണം. വായ്പാ തിരിച്ചടവിനത്തിൽ കരുവന്നൂർ സഹകരണ ബാങ്കിന് ഒരു മാസം 3.5 കോടിയോളം രൂപയുടെ വരുമാനമുണ്ട്. എന്നാൽ നിക്ഷേപകർ പണം പിൻവലിക്കുന്നതിനാൽ ബാങ്കിന്റെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത സ്ഥിതിയാണ്. ഈ സാഹചര്യത്തിലാണ് നിക്ഷേപ സമാഹരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുന്നത്. 1000 പേരെ കണ്ടെത്തി നിക്ഷേപം സ്വീകരിക്കുന്നതിനൊപ്പം കൂടുതൽ പേരുടെ വിശ്വാസ്യത ആർജിക്കുക എന്നതുകൂടിയാണ് ബാങ്ക് ലക്ഷ്യമിടുന്നത്. വായ്പാ തിരിച്ചടവ് മുടങ്ങിയ വസ്തുവിന്റെ ലേല നടപടികളും ബാങ്ക് ഊർജിതമാക്കിയിട്ടുണ്ട്. 3,58 ലക്ഷം രൂപയുടെ വസ്തു ലേലം ചെയ്യുന്നതിനുള്ള നടപടികൾ ബാങ്ക് ആരംഭിച്ചു. കൂടുതൽ തുക ബാങ്കിലേക്ക് എത്തിക്കുന്നതിലൂടെ ബാങ്കിന്റെ പ്രവർത്തനം പഴയ രീതിയിലേക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി. 24 തൃശൂർ. അംഗങ്ങളുടെ മദ്യപാനം വിലക്കിയ പെരുമാറ്റച്ചട്ടത്തെ ചൊല്ലി CPIയിൽ ആശയക്കുഴപ്പം തുടരുന്നു. പൊതുമധ്യത്തിൽ മദ്യപിച്ച് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കരുതെന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടറി തന്നെ സ്വന്തം പ്രതികരണം വിഴുങ്ങിയതാണ് ആശയക്കുഴപ്പത്തിന് കാരണം. മദ്യപിച്ചുകൊണ്ട് പൊതുവേദിയിൽ ഹാജരാകാൻ പാടില്ല. മദ്യവചനമാണ് പാർട്ടിയുടെ നയം. കമ്മ്യൂണിസ്റ്റുകാർ പരസ്യമായിട്ട് മദ്യപിച്ച് 4 കാലിൽ വരാൻ പാടില്ല ജനങ്ങളുടെ മുമ്പിൽ, അത് ഉറപ്പാണ്. ജനുവരി 10 മാധ്യമങ്ങൾക്ക് നൽകിയ ഈ പ്രതികരണത്തെയാണ് പാർട്ടി മുഖമാസികയായ നവയുഗത്തിലെ കുറിപ്പിൽ CPI സംസ്ഥാന സെക്രട്ടറി ബിനോ വിശ്വം തള്ളിപ്പറയുന്നത്. സ്വന്തം പ്രതികരണം മറച്ചുവെച്ച് എല്ലാ കുറ്റവും മാധ്യമങ്ങൾക്കുമേൽ വെക്കുന്നതാണ് ബിനോ വിശ്വത്തിൻ്റെ പുതിയ ലൈൻ. കമ്മ്യൂണിസ്റ്റ് വിരോധം തലയ്ക്ക് പിടിച്ച മാധ്യമ പ്രവൃത്തികൾ മദ്യപാനത്തിന് CPI അനുവാദം കൊടുത്തുവെന്ന മട്ടിൽ വ്യാഖ്യാനിച്ചുവെന്നാണ് ബിനോ വിശ്വത്തിൻ്റെ പരിദേവനം. മാധ്യമ വ്യാഖ്യാനം പാർട്ടിക്കകത്തും പുറത്തുമുള്ളവർ ഏറ്റുപിടിക്കാൻ ശ്രമിച്ചതായും നവയുഗത്തിലെ കുറിപ്പിൽ ബിനോയ് വിമർശിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുവെന്നതിന് വിദഗ്ധരുമായി ചർച്ച ചെയ്ത ശേഷം കണ്ടെത്തിയ 5 കാരണങ്ങളും കുറിപ്പിൽ എടുത്തു പറയുന്നുണ്ട്. ബ്രാഞ്ച് സമ്മേളനങ്ങളെ ചർച്ചയിൽ രാഷ്ട്രീയ ഉള്ളടക്കമില്ലെന്ന കഴിഞ്ഞ ലക്കത്തിലെ വിമർശനത്തിനെതിരെ പാർട്ടി ആസ്ഥാനത്ത് നിരവധി കത്തുകൾ ലഭിച്ചതായും ബിനോ വിശ്വം തന്നെ സ്ഥിരീകരിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധരുടെ കെണിയിൽപ്പെട്ടതുകൊണ്ടാണ് പാർട്ടി അംഗങ്ങൾ ഇങ്ങനെ കത്തയച്ചതെന്നും നവയുഗത്തിലെ കുറിപ്പ് ഒരു തവണയെങ്കിലും വായിച്ചിരുന്നെങ്കിൽ കത്ത് എഴുതുമായിരുന്നില്ലെന്നും ബിനോ വിശ്വം പരാതിപ്പെടുന്നുണ്ട്. 25ാം പാർട്ടി കോൺഗ്രസ് മുന്നോടിയായുള്ള സമ്മേളനങ്ങൾ ലോക്കൽ തലത്തിലേക്ക് കടന്നിരിക്കെ പാർട്ടിയിൽ നിന്നുണ്ടായേക്കാവുന്ന എതിർ നീക്കങ്ങൾ മുന്നിൽ കണ്ടുള്ള മുൻകൂർ ജാമ്യമെടുപ്പാണ് ബിനോയിയുടെ വിമർശനമെന്നാണ് CPI നേതാക്കൾ നൽകുന്ന സൂചന. ആർ ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. എറണാകുളം കോട്ടപ്പടി കൂവക്കണ്ടത്ത് കാട്ടാനയെ കണ്ടു ഭയന്നോടുന്നതിനിടെ കുഴഞ്ഞു വീണ് മരിച്ച കുഞ്ഞപ്പന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായി. പ്രദേശത്ത് കാട്ടാന ശല്യം രൂക്ഷമാണെന്ന് നാട്ടുകാർ പറഞ്ഞു. അവ കുടിക്കാത്ത ആന കയറി ചേട്ടൻ ലൈറ്റ് അടിച്ച് കഴിഞ്ഞപ്പോൾ ആന തിരിഞ്ഞ് ഒരു കട്ട ചെയ്തതാണ്. അപ്പോൾ ഒളി തിരിഞ്ഞപ്പോൾ വീണു. ആനയെ പേടിച്ച് വീണതാണ്. ആശുപത്രി കൊണ്ടുപോയി, ആള് മരിച്ചു. ഇന്നലെ വൈകിട്ട് 7:30യോടെയാണ് സംഭവം. കൃഷിയിടത്തിലെത്തിയ ആന വീട്ടുമുറ്റത്തേക്ക് കയറാൻ ശ്രമിച്ചതോടെയാണ് കുഞ്ഞപ്പൻ പ്രാണരക്ഷാർത്ഥം ഓടിയത്. പിന്നാലെ കുഴഞ്ഞു വീണു. നാട്ടുകാർ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിക്കുന്നതിനിടെ മരണം സ്ഥിരീകരിച്ചു. ഒരു പ്രതിവിധിയില്ല, ഈ പറച്ചിൽ മാത്രമേ ഉള്ളൂ. ആന 10, 20, 25 എണ്ണമൊക്കെ ഒന്നിച്ചാണ് വന്നത്. അത് കുഞ്ഞുങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ആന ഓടിച്ചാലും വരെയും പോകില്ല. കുഞ്ഞപ്പൻ ചേട്ടൻ ഉള്ളപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആശ്രയമായിരുന്നു. പുള്ളി ഇവിടെ കിടക്കണോണ്ട് ആദ്യം തന്നെ ആന വന്ന എല്ലാ വീട്ടിലേക്കും വിളിച്ചറിയിക്കും. ഇനിയിപ്പോൾ അതുമില്ല. ഈ മേഖലയിൽ കാട്ടാനശല്യം രൂക്ഷമാണ്. 15ഓളം ആനകൾ സ്ഥിരമായി എത്താറുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇതിനു മുൻപും ആളുകൾക്ക് കാട്ടാനാക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ട്. അടിയന്തര സാഹചര്യത്തിൽ ആശുപത്രിയിലെത്തിക്കാൻ റോഡ് പോലും ഇല്ലാത്ത സാഹചര്യമാണ് ഇവിടെയുള്ളത്.
മരിച്ച കുഞ്ഞപ്പന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. 24 കൊച്ചി. വന്യജീവി ആക്രമണത്തിലും ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലും സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സിറോ മലബാർ സഭ ഇടുക്കി രൂപതാ ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ. മനുഷ്യജീവന് പുല്ലുവില നൽകുന്ന ഭരണകൂടമാണ് സംസ്ഥാനം ഭരിക്കുന്നത്. ലഹരിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ പ്രവർത്തനം കാര്യക്ഷമമല്ല എന്നും ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നേൽ കുറ്റപ്പെടുത്തി. ഈ കാര്യത്തിൽ കൂടുതൽ പോലീസ് കാര്യക്ഷമമായിട്ട് ഇടപെടണമെന്നാണ് പറയാനായിട്ടുള്ളത്. ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ പോലീസിൻ്റെ പ്രവർത്തനങ്ങളിൽ വേണ്ടത്ര കാര്യക്ഷമതയില്ല, അവരെ മറ്റാരോ നിയന്ത്രിക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയം പൊതുജനങ്ങൾക്കുണ്ട്, അത് ഞങ്ങൾക്കുമുണ്ട്. അതുകൊണ്ട് നമുക്കറിയാം പല സ്ഥലങ്ങളിൽ നടക്കുന്ന അക്രമങ്ങളിലെല്ലാം പിന്നിൽ ശക്തമായ ലഹരി മാഫിയയുടെ സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഈ ഒരു രംഗത്ത് ശക്തമായ ഇടപെടലുകൾ സർക്കാരും പോലീസും എക്സൈസും അതുപോലെ തന്നെ അധ്യാപകരും മറ്റ് മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവരും ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനായിട്ടുള്ളത്. നിർമ്മാണ നിരോധനം, അതുപോലെ തന്നെ വന്യജീവി നിയന്ത്രണം, ആ രംഗങ്ങളിലെല്ലാം ഞങ്ങൾ ഇടപെടുന്നു, അല്ലെങ്കിൽ ഭൂപതിവ് ചട്ടം ഞങ്ങൾ പരിഷ്കരിക്കുന്നു പറയുന്നത് നടപ്പിലാക്കുന്നില്ല. നടപ്പിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനായിട്ടുള്ളത്. അത് ഞങ്ങൾ തുടർന്നും സർക്കാരിനോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കും. തൃശൂർ അതിരപ്പള്ളിയിൽ കാലിനു പരിക്കേറ്റ കാട്ടാന ഏഴാറ്റുമുഖം ഗണപതിക്ക് നിരീക്ഷണം ഏർപ്പെടുത്തി വനം വകുപ്പ്. ആനയുടെ പരിക്കേറ്റ ദൃശ്യം 24 പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഈ നടപടി. മൂന്നാർ ഗൂഡാർവിള സ്കൂളിന് സമീപം കാട്ടാന കൂട്ടമെത്തി. വയനാട് ലക്കിടിയിൽ കാട്ടുപോത്തിറങ്ങി. കാലിന് പരിക്കേറ്റ ഏഴാറ്റുമുഖം ഗണപതിയുടെ ദൃശ്യങ്ങൾ ഇന്നലെ 24 പുറത്തുവിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ആനയെ വനം വകുപ്പ് നിരീക്ഷിച്ചത്. കാലുളുക്കിയതോ മുറിവേറ്റതോ ആകാമെന്ന പ്രാഥമിക വിലയിരുത്തൽ. വനം വകുപ്പിന്റെ നിരീക്ഷണത്തിന് പുറത്തായ ആനയെ കണ്ടെത്തിയാൽ ആരോഗ്യസ്ഥിതി പരിശോധിച്ച് തുടർ നടപടി സ്വീകരിക്കാനാണ് തീരുമാനം. ചൊക്കനയിൽ ലയത്തിന് സമീപത്തെ കാട്ടാനയെ തുരത്താൻ ശ്രമിക്കുന്നതിനിടെ തോട്ടം തൊഴിലാളികൾക്ക് നേരെ കാട്ടാന പാഞ്ഞെടുത്തു. അതിനിടെ മൂന്നാർ ഗൂഡാർവിള സ്കൂളിന് സമീപം കാട്ടാനക്കൂട്ടമെത്തി. SSLC പരീക്ഷ നടക്കുന്ന സമയത്തും കാട്ടാനക്കൂട്ടം സ്കൂളിനടുത്ത് എത്തിയിരുന്നു. കാട്ടാനക്കൂട്ടത്തോടൊപ്പം പടയപ്പയും മേഖലയിൽ തമ്പടിച്ചിട്ടുണ്ട്. വയനാട് വൈത്തിരി ലക്കിടിയിൽ ദേശീയപാതയിൽ കാട്ടുപോത്തിറങ്ങി. ഏറെ നേരം നിലയുറപ്പിച്ച ശേഷം കാട്ടുപോത്ത് വനമേഖലയിലേക്ക് കയറിപ്പോയി. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തൃശൂർ. ഇപ്പോൾ വരുന്ന മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ കണ്ടേരിയിൽ മുള്ളൻപന്നിയുടെ ആക്രമണത്തിൽ +1 വിദ്യാർത്ഥിക്ക് പരിക്കേറ്റു. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ കയ്യിലാണ് മുള്ളുകൾ തുളച്ചു കയറിയത്. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. കണ്ണൂരിൽ നിന്ന് അരുൺ, എന്താണ് സംഭവിച്ചത്? ഇത് വന്യജീവികൾ നാട്ടിലിറങ്ങി അക്രമം ഉണ്ടാക്കുന്ന ഒരു പ്രദേശമാണോ? വിജയകുമാർ, ഇതിനു മുമ്പ് അത്തരത്തിൽ വന്യജീവി ആക്രമണം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് നാട്ടുകാരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചെ 5:30ഓടെയാണ് ഈ മുള്ളംപന്നിയുടെ ആക്രമണം ഉണ്ടായത്. ഈ ഷാദിലും അതോടൊപ്പം തന്നെ പിതാവ് മുഹമ്മദും രാവിലെ ഈ പള്ളിയിലേക്ക് പോവുകയായിരുന്നു. ഇവർ ഒരു സ്കൂട്ടറിലാണ് യാത്ര ചെയ്തിരുന്നത്. അതിനിടെ മുണ്ടേരി മാണിക്കോത്ത് വയൽ റോഡിൽ വെച്ച് ഈ മുള്ളംപന്നി കുറുകെ ചാടി. അങ്ങനെ ഈ സ്കൂട്ടർ മറിയുകയും ചെയ്തു. മുള്ളംപന്നി നേരെ ഈ ഷാദിലിൻ്റെ ദേഹത്തേക്കാണ് വീണത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ ലഭിക്കുന്ന വിവരം. അങ്ങനെ ഇതിൻ്റെ 12 മുള്ളുകൾ ഈ ഷാദിലിൻ്റെ ദേഹത്തേക്ക് തുളച്ചു കയറി. അതിൽ കയ്യിലാണ് പ്രധാനമായും ഈ മുള്ളുകൾ തുളച്ചു കയറിയത്. അല്പം സാരമുള്ള പരിക്ക് ഈ ഷാദിലിനുണ്ട്. ആദ്യം കൂത്തുപറമ്പിലെ ഒരു ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി തലശ്ശേരിയിലെ സഹകരണ ആശുപത്രിയിലേക്ക് മാറ്റി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുമ്പ് അവിടെ ഇത്തരത്തിൽ ഈ വന്യജീവികളുടെ ഒന്നും ആക്രമണം ഉണ്ടായിട്ടില്ല. ആദ്യമായിട്ടാണ് ഇത്തരമൊരു സംഭവം ആ പ്രദേശത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എന്തായാലും പരിക്ക് സാരമുള്ളതാണ്. ഇപ്പോഴും തലശ്ശേരിയിലെ ആശുപത്രിയിലാണ് ഷാദിൽ ചികിത്സയിലുള്ളത്. കണ്ടേരി സ്വദേശി മുഹമ്മദ് ഷാദിലിന്റെ കയ്യിൽ മുള്ളുകൾ തുളച്ചു കയറി. കുറച്ച് സാരമുള്ള പരിക്കാണ്. തലശ്ശേരിയിൽ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. പത്തനംതിട്ട തിരുവല്ല ശ്രീവല്ലഭ ക്ഷേത്രത്തിൽ ഉത്സവത്തിനിടെ ആനയിടഞ്ഞ സംഭവത്തിൽ കേസെടുത്ത് വനം വകുപ്പ്. നാട്ടാന പരിപാലന ചട്ടലംഘനത്തിനും വന്യജീവി സംരക്ഷണ നിയമം പാലിക്കാത്തതിനുമാണ് കേസ്. ദേവസ്വം മാനേജർ ഉൾപ്പെടെ 4 പേരാണ് കേസിലെ പ്രതികൾ. ഞായറാഴ്ച രാത്രിയാണ് ആനയിടഞ്ഞത്. പിന്നാലെ നടത്തിയ പരിശോധനയിൽ നാട്ടാന പരിപാലന ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് കണ്ടെത്തി. നാട്ടാന പരിപാലന ചട്ട ലംഘനത്തിനും വന്യജീവി സംരക്ഷണ നിയമം പാലിക്കാത്തതിനുമാണ് വനം വകുപ്പ് കേസെടുത്തിരിക്കുന്നത്. ക്ഷേത്രം മാനേജർ, അസിസ്റ്റന്റ് ദേവസ്വം കമ്മീഷണറുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥ, ആനയുടമ പാപ്പാൻ എന്നിവരാണ് കേസിലെ പ്രതികൾ. സോഷ്യൽ ഫോറസ്ട്രി അസിസ്റ്റന്റ് കൺസർവേറ്റർ ബി രാഹുലിന്റെ നേതൃത്വത്തിലുള്ള സംഘം കഴിഞ്ഞ ദിവസം ക്ഷേത്രത്തിലെത്തി പരിശോധന നടത്തിയിരുന്നു. ജീവനക്കാർ അടക്കമുള്ളവരുടെ മൊഴിയും രേഖപ്പെടുത്തി. വനം വകുപ്പിന്റെ
വനംവകുപ്പിന്റെ അനുമതിയില്ലാതെയാണ് ക്ഷേത്രത്തിൽ ഒരു ആനയെ എഴുന്നള്ളിച്ചതെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അനുമതി തേടി വനം വകുപ്പിന് അപേക്ഷ സമർപ്പിച്ചു എന്നാണ് ദേവസ്വം നിലപാട്. കേസിന്റെ വിശദാംശങ്ങൾ വനം വകുപ്പ് റാന്നി കോടതിയിൽ ഇന്ന് സമർപ്പിക്കും. അതേസമയം സംഭവത്തിൽ ദേവസ്വം ബോർഡ് ആഭ്യന്തര അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. 24 പത്തനംതിട്ട. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. സിനിമാ സമരം ഒഴിവാക്കാൻ സർക്കാർ ഇടപെടൽ. മന്ത്രി സജി ചെറിയാൻ സിനിമാ സംഘടനാ നേതാക്കളുമായി സംസാരിച്ചു. പ്രധാന ആവശ്യങ്ങൾ എഴുതി നൽകാൻ മന്ത്രി നിർദ്ദേശം നൽകി. അതിനിടെ സമരം പ്രഖ്യാപിച്ച സിനിമാ സംഘടനകളുടെ യോഗം നാളെ കൊച്ചിയിൽ നടക്കും. ജൂൺ 1 മുതൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാനായിരുന്നു സിനിമാ സംഘടനകളുടെ നീക്കം. താരങ്ങളുടെ അമിത പ്രതിഫലവും ഇരട്ടി നികുതിക്കുമെതിരെയായിരുന്നു സമരപ്രഖ്യാപനം. സൂചനാ പണിമുടക്ക് പ്രഖ്യാപിക്കാനിരിക്കുന്നതിനിടയിലാണ് സർക്കാർ ഇടപെടൽ. സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ നേരിട്ട് സിനിമാ സംഘടനാ നേതാക്കളുമായി സംസാരിച്ചു. ആവശ്യങ്ങൾ എഴുതി നൽകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നാളെ ഫിലിം ചേംബർ വിളിച്ച യോഗത്തിൽ ഇക്കാര്യം ചർച്ച ചെയ്യും. അതേസമയം ഇരട്ടി നികുതിയിൽ മാത്രമാണ് സർക്കാർ ഇടപെടൽ കൊണ്ട് മാറ്റം വരുത്താൻ സാധിക്കുക. അപ്പോഴും താരങ്ങളുടെ പ്രതിഫലം തലവേദനയായി നിർമ്മാതാക്കളുടെ മുൻപിലുണ്ട്. താരസംഘടനയുമായി വിഷയത്തിൽ ചർച്ച നടത്താനുള്ള നീക്കവും സജീവമാണ്. 24 കൊച്ചി. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ കോൺഗ്രസ് നേതാവ് ഷമാ മുഹമ്മദിനെതിരെ പ്രതിഷേധം ശക്തം. ശരീരത്തിന്റെ വലിപ്പത്തിലല്ല ടീമിനായി റൺസ് നേടുന്നതിലാണ് കാര്യമെന്ന് സുനിൽ ഗവാസ്കർ വിമർശിച്ചു. പരാമർശത്തെ കേന്ദ്ര കായിക മന്ത്രി മൻസുഖ് മാണ്ഡവ്യയും വിമർശിച്ചിരുന്നു. രോഹിത് ശർമ്മയ്ക്കെതിരായ പരാമർശത്തിൽ ഷമാ മുഹമ്മദിനെതിരെ വിമർശനമുയരുകയാണ്. മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സുനിൽ ഗവാസ്കറാണ് ഷമാ മുഹമ്മദിന്റെ പരാമർശത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മെലിഞ്ഞ ആളുകളെ മാത്രമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ മോഡലുകളെ തിരഞ്ഞെടുക്കേണ്ടി വരുമെന്നായിരുന്നു പ്രതികരണം. ശരീരത്തിന്റെ വലിപ്പത്തിലല്ല കാര്യം, ടീമിനായി മികച്ച രീതിയിൽ സ്കോർ നേടുന്നതിലാണ് ഇവിടെ കാര്യമെന്നും സുനിൽ ഗവാസ്കർ പറഞ്ഞു. ഷമയുടെ പരാമർശത്തിനെതിരെ BCCI സെക്രട്ടറി ദേവജിത സൈക്കിയയും കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യയും രംഗത്തെത്തിയിരുന്നു. ഷമാ മുഹമ്മദിന്റെ പരാമർശം അപലപനീയമാണെന്നും കായിക താരങ്ങളുടെ പ്രൊഫഷണൽ ജീവിതത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ വിട്ടുനിൽക്കണമെന്നുമായിരുന്നു കേന്ദ്രമന്ത്രിയുടെ പ്രതികരണം. രോഹിത് ശർമ്മ അമിതവണ്ണമുള്ള ആളാണെന്നും മികച്ച ക്യാപ്റ്റനല്ലെന്നുമായിരുന്നു ഷമാ മുഹമ്മദിന്റെ പരാമർശം. ഇത് വിവാദമായതോടെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു. പിന്നാലെ ഷമ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഈ പരാമർശം പിൻവലിച്ചിരുന്നു. 24 ഡൽഹി. തിരുവനന്തപുരം വെഞ്ഞാറമ്മൂട് കൂട്ടക്കൊലക്കേസിൽ പ്രതി അഫാൻ കൊലപാതകം നടത്താൻ ചുറ്റിക തെരഞ്ഞെടുത്തതിന്റെ കാരണം ലഭിച്ചതായി പോലീസ്. അഫാന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത്. അഫാനായി പോലീസ് ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുമ്പ് അഫാൻ മൊബൈൽ ഫോണിൽ പലതരം ആയുധങ്ങളെക്കുറിച്ച് തെരഞ്ഞിരുന്നു. ഇവ ഉപയോഗിക്കുന്ന ട്യൂട്ടോറിയൽ വീഡിയോയും യൂട്യൂബിൽ കണ്ടു. അഫാൻ രാത്രി ഉറക്കമൊഴിഞ്ഞ് മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന വിവരം ഉമ്മ ഷമി ബന്ധുക്കളോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചുറ്റികയിലേക്ക് അഫാൻ എത്തിയതിന്റെ കാരണം പോലീസിന് വ്യക്തമായെങ്കിലും അന്വേഷണ ഘട്ടത്തിലായതിനാൽ പുറത്തുവിട്ടിട്ടില്ല. പിതൃമാതാവിനെ കൊലപ്പെടുത്തി സ്വർണമെടുത്ത ശേഷം പ്രതി പണയം വെച്ച് 75,000 രൂപ വാങ്ങിയിരുന്നു. ഇതിൽ 40,000 രൂപ കൊടുത്തത് വായ്പ നൽകിയ സഹകരണ സംഘത്തിനെന്നും പോലീസ് കണ്ടെത്തി. ദിവസവും വീട്ടിലെത്തി പിരിവ് വാങ്ങുന്ന ഇവരെ കൊലപാതക ദിവസം വീട്ടിലെത്തുന്നത് ഒഴിവാക്കാനാണ് ഗൂഗിൾ പേ വഴി പണം നൽകിയത്. കൊലപാതകത്തിന് തലേ ദിവസം അഫാനും ഉമ്മയും 50,000 രൂപയ്ക്ക് വേണ്ടി ബന്ധു വീട്ടിൽ പോയിരുന്നു. പക്ഷേ പണം കിട്ടിയില്ല. കൊല നടന്ന ദിവസം രാവിലെയും ഷെമി ബന്ധുവിനെ ഫോൺ വിളിച്ച് അടിയന്തരമായി പണം ആവശ്യപ്പെട്ടിരുന്നു. അതേസമയം അഫാന്റെ മൊഴിയും പിതാവ് അബ്ദുൾ റഹീമിന്റെ മൊഴിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് പോലീസ് പറയുന്നത്. 15 ലക്ഷം മാത്രമേ കടമുണ്ടായിരുന്നുള്ളൂ എന്നാണ് അബ്ദുൾ റഹീമിന്റെ മൊഴി. തന്റെ കടം വീട്ടാൻ കുടുംബം നാട്ടിൽ നിന്ന് പണം അയച്ചു നൽകിയിട്ടില്ലെന്നും അബ്ദുൾ റഹീം പറഞ്ഞിരുന്നു. പിന്നെ എങ്ങനെ ഇത്രയും കടം വന്നു എന്നതും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. നിലവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്രത്യേക സെല്ലിൽ കഴിയുന്ന പ്രതിയെ ഉടൻ കസ്റ്റഡിയിൽ വാങ്ങും. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് പാഴ്സൽ വഴി കടത്താൻ ശ്രമിച്ച 900 ഗ്രാം കഞ്ചാവ് എക്സൈസ് പിടികൂടി. കോഴിക്കോട് MDMAയുമായി ഒരാളും മലപ്പുറത്ത് 2 പേരും അറസ്റ്റിലായി. വർക്കലയിൽ ലഹരി സംഘത്തെ പിന്തുടരുന്നതിനിടെ പോലീസ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റു. ദിവസങ്ങൾക്ക് മുൻപാണ് കൊച്ചിയിൽ പാഴ്സൽ വഴി MDMA കടത്തിയ കേസിൽ വെമ്പായം സ്വദേശി അതുൽ കൃഷ്ണ പിടിയിലായത്. ചോദ്യം ചെയ്യലിൽ മറ്റൊരു പാഴ്സൽ കൂടി തനിക്ക് വരാനുണ്ടെന്ന് പ്രതി എക്സൈസിനോട് പറഞ്ഞു. ഈ പാഴ്സലാണ് തിരുവനന്തപുരം കിഴക്കേക്കോട്ട ഇന്ത്യ പോസ്റ്റ് പാഴ്സൽ ഓഫീസിൽ നിന്ന് എക്സൈസ് സംഘം പിടികൂടിയത്. ആ പാഴ്സൽ പാക്കറ്റിനകത്ത് ഒരു 35ഓളം സ്നഗി മുകളിൽ വെച്ചിട്ട് അതിൻ്റെ അടിയിലായിട്ട് സിപ്ലോക്ക് കവർ, വലിയ സിപ്ലോക്ക് കവറുകളിലായിട്ട് ഒരു 5 കവർ ഉണ്ടായിരുന്നു. ആ 5 കവറിലും നല്ല ഫ്രഷ് ആയിട്ടുള്ള
ഗഞ്ചാവായിരുന്നു. അതിൽ ടോട്ടൽ നമ്മൾ കഞ്ചാവ് മാത്രമായിട്ട് 897 ഗ്രാമാണ് റിക്കവർ ചെയ്തിട്ടുള്ളത്. ലഹരി ഉപയോഗം കൂടുതലാണെന്ന പരാതിയെ തുടർന്നാണ് തലസ്ഥാനത്തെ തീരദേശത്ത് പോലീസ് വ്യാപക റെയ്ഡ് നടത്തിയത്. ലഹരിമരുന്ന് കണ്ടെത്തിയ പെരുമാതുറ സ്വദേശി അസറുദ്ദീനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഓപ്പറേഷൻ ഡി ഹണ്ട് റെയ്ഡിനിടെ വർക്കല ഐരൂർ പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥൻ ഷിർജുവിന് പരിക്കേറ്റു. ലഹരി സംഘത്തെ പിന്തുടർന്ന് ഓടുമ്പോഴായിരുന്നു പരിക്കേറ്റത്. കോഴിക്കോട് 89 ഗ്രാമോളം MDMAയുമായി യുവാവ് പിടിയിലായി. കുണ്ടായിത്തോട് സ്വദേശി അജിത്താണ് പിടിയിലായത്. മലപ്പുറം ചെമ്മാട് MDMAയുമായി 2 യുവാക്കൾ പിടിയിലായി. വാഹന പരിശോധനയ്ക്കിടയിലാണ് പന്താരങ്ങാടി പാറപ്പുറം സ്വദേശികളായ അഫ്സൽ, സൈനുദ്ദീൻ എന്നിവരെ തിരൂരങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. ശ്വാസകോശ അണുബാധയെ തുടർന്ന് ആശുപത്രിയിൽ കഴിയുന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആരോഗ്യസ്ഥിതി വീണ്ടും വഷളായി. കഫക്കെട്ടും ശ്വാസതടസ്സവും വർദ്ധിച്ചതിനെ തുടർന്ന് വീണ്ടും വെന്റിലേറ്റർ സൗകര്യം ഏർപ്പെടുത്തി. ആരോഗ്യനില വീണ്ടെടുത്ത ആശ്വാസ വാർത്തകൾക്കിടെയാണ് സ്ഥിതി വീണ്ടും മോശമായത്. ശ്വാസനാളികളിൽ നിന്ന് വലിയ അളവിൽ ശരീരസ്രവങ്ങൾ നീക്കം ചെയ്തിട്ടുണ്ട്. പുതിയ അണുബാധ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. നേരത്തെയുള്ള ന്യൂമോണിയയുടെ ഭാഗമായുള്ള കഫക്കെട്ടാണ് ഇന്നലെ രൂക്ഷമായത്. മാർപ്പാപ്പയുടെ നില സങ്കീർണമായി തുടരുകയാണെന്നും ഇന്നലെയുണ്ടായ അവസ്ഥ ഇനിയുമുണ്ടാകാൻ സാധ്യതയുണ്ടെന്നും ഡോക്ടേഴ്സ് പറയുന്നു. 18 ദിവസങ്ങൾക്ക് മുമ്പ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം ഇത് 3ാം തവണയാണ് 88-കാരനായ മാർപ്പാപ്പയുടെ സ്ഥിതി വഷളാകുന്നത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഛർദ്ദിച്ചതിനെ തുടർന്ന് മാർപ്പാപ്പയ്ക്ക് ശ്വാസതടസ്സമുണ്ടാവുകയും വെന്റിലേറ്റർ സഹായം ലഭ്യമാക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ മാസം 22-നും മാർപ്പാപ്പയ്ക്ക് കടുത്ത ശ്വസന തടസ്സമുണ്ടായിരുന്നു. വലിയ നോമ്പിനോടനുബന്ധിച്ച് നാളെ നടക്കുന്ന ഘോഷയാത്രയിലും കുർബാനയിലും മാർപ്പാപ്പ പങ്കെടുക്കില്ല. മാർപ്പാപ്പയുടെ ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കാൻ 100 കണക്കിന് വിശ്വാസികളാണ് ഇന്നലെ സെന്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ഒത്തുചേർന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുക്രൈന് നൽകുന്ന സൈനിക സഹായം താൽക്കാലികമായി നിർത്തി അമേരിക്ക. ട്രംപ് സെലൻസ്കി ചർച്ച അലസിപ്പിരിഞ്ഞതിന് പിന്നാലെയാണ് അമേരിക്കയുടെ ഈ നീക്കം. യുക്രൈന് മേൽ സമ്മർദ്ദം ചെലുത്തി ധാതു കൈമാറ്റ കരാറിൽ ഒപ്പുവെക്കുന്നതിന്റെ ഭാഗമായാണ് പുതിയ നീക്കമെന്നാണ് സൂചന. വൈറ്റ് ഹൌസിൽ കഴിഞ്ഞ വെള്ളിയാഴ്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും തമ്മിൽ നടന്ന ചർച്ചകൾ അലസിപ്പിരിഞ്ഞതിനു ശേഷമാണ് അമേരിക്കയുടെ പുതിയ സമ്മർദ്ദ തന്ത്രം. ലണ്ടനിൽ ചേർന്ന യൂറോപ്യൻ രാജ്യങ്ങളുടെ ഉച്ചകോടി യുക്രൈൻ യുദ്ധവിരാമത്തിനും യൂറോപ്പിന്റെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രതിരോധത്തിനായി കൂടുതൽ പണം മാറ്റിവെക്കണമെന്ന് പ്രഖ്യാപിച്ചതിന് പിന്നാലെയാണ് സൈനിക സഹായം താൽക്കാലികമായി നിർത്തിവെക്കുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കുന്നത്. റഷ്യൻ അധിനിവേശത്തെ തടയാൻ യുക്രൈന് നൽകിയ കോടിക്കണക്കിന് ഡോളർ കൊണ്ട് പ്രശ്നപരിഹാരം കാണാനായോ എന്ന് അമേരിക്ക പരിശോധിച്ചു വരികയാണ്. അമേരിക്ക യുക്രൈന് നൽകി വരുന്ന എല്ലാ സൈനിക ഉപകരണങ്ങൾക്കും ഈ ഉത്തരവ് ബാധകമായിരിക്കും. യുദ്ധം അവസാനിപ്പിക്കാനും ചർച്ചകൾക്ക് തയ്യാറാകാനും സെലൻസ്കി തയ്യാറായാൽ മാത്രമേ സൈനിക സഹായം നൽകുന്നത് പുനരാരംഭിക്കുകയുള്ളൂ എന്നും അമേരിക്ക പറയുന്നു. നേരത്തെ നൽകിയ സൈനിക സഹായത്തിനു പകരമായി യുക്രൈന്റെ അപൂർവ ധാതു സമ്പത്തിന്റെ 50% ഒരു നിശ്ചിത കാലയളവിലേക്ക് ഉപയോഗിക്കാൻ അമേരിക്ക അനുവദിക്കുന്ന കരാറിൽ ഒപ്പിടാൻ സെലൻസ്കി തയ്യാറായിരുന്നില്ല. ധാതു കൈമാറ്റ കരാറിൽ ഒപ്പിടുന്നതിനു മുൻപായി സെലൻസ്കി പരസ്യമായി മാപ്പ് പറയണമെന്നും വൈറ്റ് ഹൌസ് വൃത്തങ്ങളെ ഉദ്ധരിച്ച CNN റിപ്പോർട്ട് ചെയ്തു. ഇന്റർനാഷണൽ ഡെസ്ക് 24. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഫൈനൽ ഉറപ്പിക്കാൻ കരുത്തർ. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഫൈനൽ ലക്ഷ്യമിട്ട് ടീം ഇന്ത്യ അല്പസമയത്തിനകം കളത്തിലിറങ്ങും. 2:30 ദുബായിൽ നടക്കുന്ന സെമി ഫൈനൽ മത്സരത്തിൽ ഓസ്ട്രേലിയയാണ് എതിരാളികൾ. നവംബർ 19 ഏകദിന ഫോർമാറ്റിൽ ഇന്ത്യയും ഓസ്ട്രേലിയയും അവസാനമായി മുഖാമുഖം വന്ന ആ ദിവസം അത്ര എളുപ്പം മറക്കാനാവില്ല. അഹമ്മദാബാദ് സ്റ്റേഡിയത്തിലെ 1 ലക്ഷത്തിലധികം വരുന്ന കാണികളെ നിശബ്ദരാക്കി ഓസ്ട്രേലിയ ഇന്ത്യയെ തോൽപ്പിച്ച് ലോക ചാമ്പ്യന്മാരായത് അന്നായിരുന്നു. കഴിഞ്ഞ 2020 ലോകകപ്പിന്റെ സൂപ്പർ 8-ൽ ഓസ്ട്രേലിയയെ പഞ്ഞിക്കിട്ടെങ്കിലും അന്നത്തെ ആ വേദന മാറാൻ ഏകദിന ഫോർമാറ്റിൽ തന്നെ വേണം ഇന്ത്യക്ക് ഒരു ജയം. മിന്നും ഫോമിലാണ് ടീം ഇന്ത്യ. ഗ്രൂപ്പ് റൗണ്ടിൽ 3-ൽ 3 മത്സരങ്ങളും ജയിച്ച ഒരേയൊരു ടീം. ബാറ്റിംഗിലും ബൌളിംഗിലും ആവോളം ആയുധങ്ങൾ. ദുബായിൽ തന്നെ കളിക്കുന്നതിന്റെ ആനുകൂല്യം. ഓസ്ട്രേലിയയോട് കണക്ക് തീർക്കാൻ ഇതിനേക്കാൾ നല്ല അവസരമില്ല. ഏകദിന ഫോർമാറ്റിലെ വിശ്വവിജയികളെങ്കിലും കങ്കാരുക്കളുടെ ചാമ്പ്യൻസ് ട്രോഫി സ്ക്വാഡ് അത്ര സ്ട്രോങ് അല്ല. പരിക്ക് മൂലം സ്ഥിരം ക്യാപ്റ്റൻ പാറ്റ് കമ്മിൻസ്, മിച്ചൽ സ്റ്റാർക്ക്, ഹേസൽവുഡ് എന്നിവരില്ലാത്തത് ബൌളിംഗ് നിരയിൽ നല്ല രീതിയിൽ നിഴലിക്കുന്നുണ്ട്. ബാറ്റർമാർക്കും സ്ഥിരതയില്ല.
എന്നാൽ എന്നും തലവേദനയായിട്ടുള്ള ട്രാവിസ് ഹെഡിനെ പേടിക്കണം ടീം ഇന്ത്യ. സ്റ്റീവ് സ്മിത്ത്, ഗ്ലെൻ മാക്സ്വെൽ എന്നിവരും ഒറ്റയ്ക്ക് മത്സരം മാറ്റിമറിക്കാൻ കെൽപ്പുള്ളവർ. ചാമ്പ്യൻസ് ട്രോഫിയിലെ നേർക്കുനേർ കണക്കുകളിൽ ഇന്ത്യക്കാണ് മുൻതൂക്കം. 4 മത്സരങ്ങളിൽ 2 എണ്ണത്തിൽ ജയം. 1 ഓസ്ട്രേലിയ ജയിച്ചപ്പോൾ 1 മത്സരത്തിന് ഫലമുണ്ടായില്ല. എന്തായാലും ഇന്ന് ദുബായ് ഇന്റർനാഷണൽ സ്റ്റേഡിയത്തിൽ ഫൈനലിന് തുല്യമായ ഒരു സൂപ്പർ സെമി ഫൈനൽ തന്നെ കാണാം ആരാധകർക്ക്. സ്പോർട്സ് ഡെസ്ക് 24. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി കാലാവസ്ഥ റിപ്പോർട്ട്. ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ബർജർ പെയിന്റ്സ് 100 years of trust. വാർത്താമഴ അവസാനിക്കുന്നു. ഇനി 100 ന്യൂസിൽ പ്രജിൻ ചേരും. നമസ്കാരം.